നമ്മുടെ RRB ഗ്രൂപ്പ് ഡി എക്സാം ഈ ഓഗസ്റ്റ് 3 തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോ ഒരുപാട് പേർ ഈ ഒരു എക്സാം ഈ ഒരാഴ്ച ഒരു വീക്ക് ടൈമിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ എക്സാംസിന്റെ മാത്സ് എങ്ങനെയായിരുന്നു, ഏതൊക്കെ ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്, ഏതൊക്കെ സെക്ഷനിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്, അഡ്വാൻസ് മാത്സിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻ ഉണ്ടോ, അരിത്തമെറ്റിക്കിന് ഏത് ലെവലാണ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റീവ് ആണോ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ഷിഫ്റ്റുകളിൽ എക്സാം എഴുതിയ കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റ വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മോഡൽ ഈ ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുമുള്ള ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡി എക്സാം ഇനി എഴുതാൻ പോകുന്നവർ, പ്രത്യേകിച്ചും ഇനി ബാക്കിയുള്ള 25th ഓഗസ്റ്റ് 25 ഒരു എക്സാം ഉണ്ട്. ഇനി ഒരുപാട് ദിവസം നമ്മുടെ മുന്നിലുണ്ട്, ഒരുപാട് ഷിഫ്റ്റ് എക്സാംസ് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ആ ഒരു ഷിഫ്റ്റിലേക്ക് എക്സാം എഴുതാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു സെഷൻ കാണുക. ഓക്കെ, അപ്പോ മാത്സിന്റെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഒരു 10th ലെവൽ എക്സാം ആണ് ഗ്രൂപ്പ് ഡി എക്സാം. അപ്പോൾ 10th ലെവൽ എക്സാം നമ്മൾ അധികം പ്രതീക്ഷിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് മാത്സിൽ നമ്മൾ അധികം ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാത്ത ഒരു എക്സാം ആയിരിക്കും എല്ലാവരും. പക്ഷേ അതിനെല്ലാം വിപരീതമായി അഡ്വാൻസ് മാത്സിൽ നല്ല വെയിറ്റേജോട് കൂടിയാണ് ഈ വർഷത്തെ ഗ്രൂപ്പ് ഡി എക്സാം ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും അഡ്വാൻസ് മാത്സിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മെൻസുറേഷൻ ആയിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു പകുതി ഡേയ്സിലെ എക്സാം, പകുതി ഷിഫ്റ്റിലെ അല്ലെങ്കിൽ പകുതി ടൈം വരെയുള്ള 3/4 സമയം വരെയുള്ള എക്സാംസിനെല്ലാം അഡ്വാൻസ് മാത്സിനും മെൻസുറേഷൻ ആയിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ എക്സാമിന് എല്ലാ അഡ്വാൻസ് മാത്സിന്റെ ടോപ്പിക്കും ഒരേപോലെയാണ് കവർ ചെയ്തത്. ട്രിഗണോമെട്രി, ജോമെട്രി, ഓൾജിബ്ര, മെൻസുറേഷൻ. ട്രിഗണോമെട്രിന്നും മെൻസുറേഷനും അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രോബബിലിറ്റിന്നും സ്റ്റാറ്റിസ്റ്റിക്സിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും അത്രയ്ക്ക് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് വരിക. ഡയറക്റ്റ് നിങ്ങൾക്ക് ഫോർമുലാസ് അല്ലെങ്കിൽ ഇക്വേഷൻ അറിയാമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് അഡ്വാൻസ് മാത്സിൽ നിന്ന് വന്നത്. നേരെ മറിച്ച് അരിത്തമെറ്റിക്കിലേക്ക് വന്നാൽ ഒരുപാട് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റീവ് ആയിരുന്നു. സമയം എടുത്ത് ചെയ്യേണ്ട കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സമയം എടുത്ത് കോൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യേണ്ട കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ ഒരുപാട് ക്വസ്റ്റ്യൻ, ഈ ടോട്ടൽ ക്വസ്റ്റ്യൻ പരിശോധിക്കുകയാണെങ്കിൽ 4-5 ക്വസ്റ്റ്യൻ കുറച്ച് നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അധികം ഭൂരിപക്ഷം ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാമോ, നിങ്ങൾക്ക് ആൻസർ ചെയ്തു പോകും, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ആ കോൺസെപ്റ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനും ഡിഫിക്കൽട്ട് ആക്കുന്നു. ആ ക്വസ്റ്റ്യൻ ലാംഗ്വേജ് കുറച്ച് മാറി കിടക്കും. പക്ഷേ ചെയ്യാൻ അറിയാവുന്നവർക്ക്, അല്ലെങ്കിൽ ഷോർട്ട് ട്രിക്ക് അറിയാവുന്നവർക്ക്, അല്ലെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലായവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിനെ പ്രത്യേകത. അപ്പോ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് ട്രിക്ക് വഴി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബാക്കി വന്ന 5 കുറച്ച് കട്ടിയുള്ള ക്വസ്റ്റ്യൻസിന്, ഹാർഡ്നെസ് ഉള്ള ക്വസ്റ്റ്യൻസിന് കുറച്ച് സമയം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് സമയം അധികം എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് ഡി എക്സാം അപ്രോച്ച് ചെയ്യേണ്ടത്. സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യില്ല. അത് 100% ഉറപ്പാ. അത്യാവശ്യം പേപ്പർ കാൽക്കുലേറ്റീവ് ആയിരുന്നു, അത് കാൽക്കുലേറ്റീവ് ആണ്. ഇനി അങ്ങോട്ട് ആ ഒരു ഹാർഡ്നെസ് കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ മെത്തേഡ്സ് എളുപ്പമാക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു രീതി കുറച്ചുകൂടെ പോളിഷ് ചെയ്ത് ഈസി ആക്കുക. ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാനുള്ള എന്തെങ്കിലും ചെറിയ ഡ്രില്ലുകൾ ചെയ്തു നോക്കുക. പെട്ടെന്ന് നിങ്ങൾ ബ്രെയിനിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കാൽക്കുലേഷൻസ് ചെറിയ സ്റ്റെപ്പ് മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും എല്ലാം നിങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. അധികം സമയമില്ലെന്ന് നമുക്കറിയാം, പക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റൂ. ഓക്കെ, അപ്പൊ നമുക്ക് അധികം സമയം കളയണ്ട. ഇതായിരുന്നു ഈ ഒരു വീക്കിലെ മാത്സിന്റെ അനാലിസിസ്. അടുത്ത ആഴ്ച ചിലപ്പോൾ മാത്സ് എളുപ്പമാകാം, ചിലപ്പോൾ ഇതിലും ഹാർഡ് ആവാം. അപ്പോൾ ഈ ഒരാഴ്ചത്തെ മാത്രം അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് അധികം സമയം കളയണ്ട, നേരിട്ട് വീഡിയോയിലേക്ക് തന്നെ ഇറങ്ങാം. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സക്സസീവ് ഡിസ്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ ആണ് ആദ്യം വന്നിരിക്കുന്നത്. സക്സസീവ് ഡിസ്കൗണ്ട് എല്ലാവർക്കും അറിയാലോ. ഇപ്പോ ഗ്രൂപ്പ് എക്സാം എഴുതാൻ പോകുന്ന ഭൂരിഭാഗം പേർക്കും സക്സസീവ് ഡിസ്കൗണ്ടിന്റെ കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിക്കാം. 2 successive discounts of 20% and 25% are allowed on an article. Full stop.
ഫൈൻഡ് ഇക്വലന്റ് സിംഗിൾ ഡിസ്കൗണ്ട് പെർസെന്റേജ്. സിംഗിൾ ഡിസ്കൗണ്ട് പെർസെന്റേജ് അല്ലെങ്കിൽ ഓവറോൾ ഡിസ്കൗണ്ട് പെർസെന്റേജ്. സക്സസീവ് എന്ന് വെച്ചാൽ എന്താ? കണ്ടിന്യൂസ് ആയ ഒന്നിന് മുകളിൽ ഒന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആണല്ലോ. എന്താ വന്നുകൊണ്ടിരിക്കുന്നത്? ഡിസ്കൗണ്ട് ആണ്. ആദ്യം ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ ആദ്യം 20% ഡിസ്കൗണ്ട് കൊടുത്തു, പിന്നെ എന്ത് 25% ഡിസ്കൗണ്ട് കൊടുത്തു. 20% ഒരിടത്തും 25% മറ്റിടത്തും അല്ല. 20 കൊടുത്ത് കഴിഞ്ഞിട്ട് 25% ഡിസ്കൗണ്ട് കൊടുത്തു. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ ചെല്ലുക. ഷോപ്പിൽ ചെല്ലുമ്പോൾ ഒരു കടക്കാരൻ നമ്മൾ ഇങ്ങനെ പറയാം 20%, 25% ആണ് ഡിസ്കൗണ്ട്, സക്സസീവ് ഡിസ്കൗണ്ട് ആണ്. അപ്പൊ നമുക്ക് കേൾക്കേണ്ടത് എന്താ? ഓവറോൾ എത്ര ഡിസ്കൗണ്ട് കിട്ടും, ഓവറോൾ എത്ര റേറ്റ് കുറഞ്ഞു കിട്ടും, ഇതാണല്ലോ നമുക്ക് വേണ്ടത്. അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഞാൻ പറയാം. രണ്ട് പെർസെന്റേജ് സക്സസീവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് വന്ന ഇക്വേഷൻ ആണ് എ പ്ലസ് ബി മൈനസ് എ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ 100%. എ എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിച്ചത് ഇതാണ് എ, ബി എന്ന് പറഞ്ഞാൽ സെക്കൻഡ്. നോക്കിയേ, എ പ്ലസ് ബി എന്ത് വരും? 20 പ്ലസ് 25 മൈനസ് 20 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100%. ഇതാണ് നമുക്ക് വേണ്ടത്. ഡിവൈഡഡ് ബൈ 100%. നോക്കി, 20 പ്ലസ് 25 എന്താ? 45 അല്ലേ? മൈനസ് 20 ഇൻറ്റു 25 എന്താ? 500 അല്ലേ? 500 ഡിവൈഡഡ് ബൈ 100%. ഇതായി 0 പോയി, ഇതായി 0 പോയി. അപ്പൊ എന്ത് വരും? 45 മൈനസ് 5 എന്താ? 40% ആണ് ഓവറോൾ ഡിസ്കൗണ്ട് കൊടുത്തത്. 40% ഇത് ഓവറോൾ ഡിസ്കൗണ്ട് കൊടുത്തത്. ക്ലിയർ ആണോ? ഇതാണ് എന്ത്? രണ്ട് സക്സസീവ് ഡിസ്കൗണ്ട് വന്നാൽ നിങ്ങൾക്ക് കാണേണ്ടത് ഇക്വേഷൻ. ഇത് റേഷ്യോ മെത്തേഡ് വഴിയും ചെയ്യാം. ഇക്വേഷൻ മറന്നിരിക്കുന്നവരാണെങ്കിൽ റേഷ്യോ വഴി അറ്റൻഡ് ചെയ്യാം. എടി നോക്കിയേ, 20% എന്ന് വെച്ചാൽ എന്താ? 1/5 അല്ലേ? 25% എന്ന് വെച്ചാൽ എന്താ? 1/4 അല്ലേ? നമുക്ക് റേഷ്യോ മെത്തേഡ് ചെയ്ത് നോക്കാം. മാർക്ക്ഡ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്. ഡിസ്കൗണ്ട് കാണുന്നത് എന്താ? മാർക്ക്ഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയില്ലേ? ആണല്ലോ. നോക്കിയേ, മാർക്ക്ഡ് പ്രൈസ് ഒറിജിനൽ ക്വാണ്ടിറ്റി ആണ്. എന്ത്? ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്ന് വെച്ചാൽ എന്താ? ഡിസ്കൗണ്ട് ബൈ മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 100%. അപ്പൊ താഴെ വരുന്നത് എന്താ? മാർക്ക്ഡ് പ്രൈസ് ആണ്. മുകളിൽ വരുന്നത് ഡിസ്കൗണ്ടിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, മാർക്ക്ഡ് പ്രൈസ് എന്ത് വരും? 5. സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താ? മാർക്ക്ഡ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട് ആണ് എന്ത്? സെല്ലിംഗ് പ്രൈസ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ത് വരും? 5 മൈനസ് 1 4. അടുത്തത് മാർക്ക്ഡ് പ്രൈസ് എത്രയാ? 4 യൂണിറ്റ്. അപ്പൊ 4 മൈനസ് 1 അല്ലേ സെല്ലിംഗ് പ്രൈസ് വരുന്നത്? എത്ര വരും അത്? എത്ര വരും ഇത്? 3 യൂണിറ്റ്. 5 ഇൻറ്റു 4 എന്താ? 20. 4 ഇൻറ്റു 3 എന്താ? 12. നോക്കി, എത്രയാണ് ഡിസ്കൗണ്ട് ഇവിടെ കിട്ടിയത്? 8 അല്ലേ? 8 അല്ലേ? എത്ര നിന്നാണ് ഡിസ്കൗണ്ട് കിട്ടിയത്? മാർക്കറ്റ് പ്രൈസ് നിന്നല്ലേ ഡിസ്കൗണ്ട് പെർസെന്റേജ് എഴുതുക. ഡിസ്കൗണ്ട് പെർസെന്റേജ് ഈസ് ഈക്വൽ ടു ഡിസ്കൗണ്ട് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100% ആണ്. ഡിസ്കൗണ്ട് എത്രയാ? 8 യൂണിറ്റ്. മാർക്കറ്റ് പ്രൈസ് എത്രയാ? 20 യൂണിറ്റ് ഇൻറ്റു എന്ത്? 100%. ഇൻറ്റു 100%. മുകളിൽ താഴെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ? 2 കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 5 കിട്ടും. ഈ 5ഉം 100 കട്ട് ചെയ്യാലോ? എന്ത് കിട്ടും ഇവിടെ? 20. 2 ഇൻറ്റു 20 എത്രയാണ്? 40%. 40%. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 40%. ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ റേഷ്യോ വഴിയും നമുക്ക് പോകാവുന്നേ ഉള്ളൂ. ഒരു പ്രശ്നമില്ല, റേഷ്യോ വഴിയും പോകാവുന്നേ ഉള്ളൂ. ഇനി ഈ മോഡലാണ് ഇപ്പൊ ചോദിച്ചു കണ്ടത്. ഇനി ഒരു 3 സക്സസീവ് ഡിസ്കൗണ്ട് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ചെയ്യും? 3 20%, അതിന്റെ താഴെ 25%, പിന്നെ 10%. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യും? റേഷ്യോ വഴി എന്തായാലും ചെയ്യാം. ഈ ഒരു ലെയറോടെ ചേർന്ന് വന്നാൽ മാത്രമേ ഉള്ളൂ. ഇനി ഇക്വേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇക്വേഷൻ a plus b plus c minus ab plus bc plus ac divided by 100 plus a into b into c divided by 10,000% divided by 10,000%. ഇതാണ് എന്ത്? 3 സക്സസീവ് ഡിസ്കൗണ്ട് വന്നാൽ ഇക്വേഷൻ. ചിലപ്പോൾ ഇതായിരിക്കും, ഈ ഇക്വേഷൻ ആയിരിക്കും ഇനി അടുത്ത ഷിഫ്റ്റുകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുക. നമുക്കിത് കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അടുത്ത ഇക്വേഷനോട് ആഡ് ചെയ്ത് വെച്ചത്. ഇതിന്റെ അപ്പുറത്തേക്ക് എന്തായാലും സക്സസീവ് ഡിസ്കൗണ്ട് വരില്ല. ഒന്നെങ്കിൽ 2% വരും, അല്ലെങ്കിൽ 3 സക്സസീവ് ഡിസ്കൗണ്ട് പെർസെന്റേജ് വരും. ഇതിനപ്പുറത്തേക്ക് എന്തായാലും വരാൻ സാധ്യതയില്ല. ഇതുവരെ കണ്ടിട്ടുമില്ല. ഓക്കെ, അപ്പൊ നോക്കി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്കിലെ ഒരു ക്വസ്റ്റ്യൻ. P can complete a work in 24 days. P can complete a work in 24 days, while Q can complete the same work in 36 days. Okay. ഒരു ബിൽഡിംഗ് കെട്ടാനായിരിക്കട്ടെ, ബിൽഡിംഗ് കെട്ടി തീർക്കുക. ഇതാണ് ഒരു വർക്ക്. ആ ബിൽഡിംഗ് കെട്ടി തീർക്കാൻ പി ഒറ്റയ്ക്ക് ചെയ്താൽ എത്ര ദിവസം എടുക്കും? 24 ദിവസം. Q ഒറ്റയ്ക്ക് ചെയ്താലോ 36 ദിവസം എടുക്കും. ക്ലിയർ ആണോ? സെയിം വർക്കാണ്, വർക്കിന് ഒരു മാറ്റമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സെയിം വർക്ക്.
Okay. Then in how many days P and Q together can complete the same work? അങ്ങനെയാണെങ്കിൽ P യും Q യും ഒരുമിച്ച് വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവും? ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം ടോട്ടൽ വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇൻഡിവിജ്വൽ വർക്കിന്റെ LCM എടുക്കണം. 24ന്റെയും 36ന്റെയും LCM എന്താ വരുന്നത്? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഏറ്റവും വലിയ നമ്പർ ഐഡന്റിഫൈ ചെയ്യുക. എളുപ്പമുള്ള മെത്തേഡ് പറയുന്നത് കേട്ടിരിക്കണേ. ഏറ്റവും വലിയ നമ്പർ 24 ആണോ 36 ആണോ 36 അല്ലേ, അതിന്റെ മൾട്ടിപ്പിൾ എടുക്കുക. 36 into 1 എന്താ? 36. 24 into എന്തെങ്കിലും 36 ആണോ? 24 into 1 24, 24 into 2 48, 36 വരില്ലല്ലോ. നമ്മുടെ LCM എന്തല്ല? 36 അല്ല. ഇനി 36 into 2 എന്താ? 36 into 2 എന്ത് വരും? എന്ത് വരും? 72. നോക്കി, 24 into എന്തെങ്കിലും 72 ആണോ? ആണല്ലോ. 24 into 3 72 അല്ലേ? അപ്പൊ നമ്മുടെ LCM എന്താ? 72. നമ്മുടെ ടോട്ടൽ വർക്ക് എത്രയാ? 72 കഴിഞ്ഞു. ഇനി ഇവിടെ എന്താ കാണേണ്ടത്? എഫിഷ്യൻസി കാണണം. എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താ? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. അപ്പൊ P എഫിഷ്യൻസി എന്ത് വരും? 72. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. 72 by 24 എന്താണ് വരുന്നത്? 3 അല്ലേ? 3 അല്ലേ? എഫിഷ്യൻസി എന്താ? 3. ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. 24 into എത്രയാണ്? 72. 24 into 3 അല്ലേ? എഫിഷ്യൻസി 3. 36 into എത്രയാണ്? 72. 36 into 2 അല്ലേ? 72. അപ്പോ Qന്റെ എഫിഷ്യൻസി എന്താ? 2. ക്ലിയർ ആണോ? P ആണെന്ത്? കൂടുതൽ എഫിഷ്യന്റ്. കൂടുതൽ എഫിഷ്യന്റ് ആയതുകൊണ്ടല്ലേ 24 ദിവസം കൊണ്ട്, കുറഞ്ഞ ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പൊ നോക്കി, ഇവർ ഒരുമിച്ചാൽ എത്ര ദിവസം കൊണ്ട് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം? അതല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കി, ടോട്ടൽ വർക്ക് എത്രയാണ്? 72. ഇവർ ഒരുമിച്ച് നിന്നാൽ എത്ര എഫിഷ്യൻസിയിലാണ് വർക്ക് ചെയ്യുക? 5 എഫിഷ്യൻസി അല്ലേ? 5 എഫിഷ്യൻസി അല്ലേ? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ് എന്ത്? നമ്പർ ഓഫ് ഡേയ്സ്. ഓക്കെ, അപ്പൊ എന്താ കിട്ടുന്നത്? 72 by 5. എന്ത് കിട്ടും? 72 by 5. 7 divided by 5 ആണ്. 1 വരും, 2 ബാലൻസ് വന്നു, 22 എടുക്കേണ്ടി വരും. 22 എടുത്താൽ എത്ര പോകും? 20 വരെ പോകും. 5 into 4 20. പിന്നെ ഡെസിമൽ ഇട്ടേ പറ്റൂ. പിന്നെ എന്താ ഉള്ളത്? പിന്നെയും 2 ആണ് ബാലൻസ് വന്ന്, പിന്നെ ഡെസിമൽ ഇട്ടുകൊണ്ട് 0 കൊടുക്കാം. 22 പോവും, 4 വട്ടം. അപ്പൊ എത്ര ദിവസം എടുക്കും? 14.4 days എടുത്താണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് തീർക്കുന്നത്. ക്ലിയർ ആണോ? ഒരുമിച്ച് വർക്ക് തീർക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ടൈം ആൻഡ് വർക്കിലെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കി, at what rate of interest will a sum of rupees 800 amounts to 1,200 in 8 years? Okay, at what rate of interest will a sum of rupees 800 amounts to rupees 1,200 in 8 years? Simple interest തന്നെയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. നോക്കണ്ടേ? നോക്കിയേ, പ്രിൻസിപ്പിൾ എന്തായിരുന്നു? സം എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പിൾ അല്ലേ? 800 ആയിരുന്നു. എത്രയായി ഇപ്പോഴത്തെ എമൗണ്ട്? 1200 ആയി. എത്ര വർഷത്തിന് ശേഷമാണ് ഈ ഒരു മാറ്റം സംഭവിച്ചത്? 8 വർഷം. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, നോക്കിയിട്ട് ഇത് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട, കോമ്പൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ നോക്കിയിട്ടേ, 8 വർഷം കൊണ്ടുള്ള ഇൻട്രസ്റ്റ് എത്രയാണ്? ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? എമൗണ്ടിൽ നിന്ന് പ്രിൻസിപ്പൽ മൈനസ് ചെയ്ത് കളയുന്നല്ലേ? അല്ലേ? ആണല്ലോ? ആണ്. ഇപ്പൊ ഇൻട്രസ്റ്റ് എന്ത് വരും? 1200 മൈനസ് 800 എത്രയാണ് ഇൻട്രസ്റ്റ്? 400. ഈ 400 ഇൻട്രസ്റ്റ് വന്നത് എത്ര വർഷത്തേക്കാണ്? 8 വർഷത്തേക്കാണ് എന്ത്? 400 പലിശ വന്നത്. അപ്പോ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പൽ ഇൻടു 100% ചെയ്താൽ നമുക്ക് റേറ്റ് ആയി. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പൽ ഇൻടു 100% ചെയ്താൽ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയി. ഇത്രേ ഉള്ളൂ. ഇത് 8 വർഷത്തെയാണ്. അപ്പോ ഒരു വർഷത്തെ എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ. എങ്ങനെ കണ്ടുപിടിക്കാം? 1 ഇയർ 400 ഡിവൈഡഡ് ബൈ എന്ത്? 8 വർഷം. എത്രയാപ്പോഴ്? 50. 8 into 5 അല്ലേ 40. അപ്പൊ 8 into 50 വരണ്ടേ? 450 ആണ് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? 50 ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പൽ എത്രയാണ്? നമ്മുടെ 800. ഇനി പെർസെന്റേജിലേക്ക് എന്ത് ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ഇൻടു മൾട്ടിപ്ലൈഡ് ബൈ 100%. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, 0 ക്യാൻസൽ ആയി. നമുക്ക് എന്ത് വരും? 50 divided by 8%. 50 divided by 8 എത്രയാണ്? 8 എത്രയാണ്? 8 എത്ര വരും? 8 into 6 ആണ് 48. അതുവരെ പോകും. 2 ബാലൻസ് വന്നു, ഡെസിമൽ കൊടുത്തേ പറ്റൂ. 0 കൊടുത്തു, 2 കൂടെ 0 കൊടുത്ത് 20. എന്തായാലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 20 divided by 8 എത്ര വരും? 8 എത്ര 2 വരും?
16 വരെ പോകും, ബാക്കി 4 വരെ ഒരു 0 ഇടുമ്പോൾ എത്ര വട്ടം പോകും? 5 വട്ടം പോകും. അപ്പൊ എത്രയാണ് നമ്മളുടെ ആൻസർ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈ ഒരു കണ്ടീഷൻ വഴി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് വരും? 6.25% വരും. ക്ലിയർ ആണോ? സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം, ഇക്വേഷൻ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. എമൗണ്ടിൽ നിന്ന് പ്രിൻസിപ്പൽ കുറയ്ക്കുന്നതാണ് എന്ത്? ടോട്ടൽ ഇൻട്രസ്റ്റ്. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് അല്ല വരുന്നത്, പലിശയല്ല വരുന്നത്, മൊത്തത്തിലുള്ള പലിശയാണ് വരുന്നത്. അതിനെ ഒരു വർഷത്തെ പലിശയിലേക്ക് കൺവേർട്ട് ചെയ്യാം. എത്ര വർഷം? 6 വർഷത്തെ പലിശയാണെങ്കിൽ ഡിവൈഡ് ബൈ 6, 10 വർഷത്തെ പലിശയാണ് കിട്ടിയെങ്കിൽ ഡിവൈഡഡ് ബൈ 10. ഓക്കെ, അതിനെ ഒരു വർഷത്തെ അപ്പൊ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു, ഡിവൈഡഡ് ബൈ എന്ത്? പ്രിൻസിപ്പൽ സം അല്ലെങ്കിൽ സം ഇൻറ്റു എന്ത്? 100%. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ തന്നെ ലഭിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. If the perimeter of a rectangle is 36 centimeter and its diagonal is 13 centimeter, find its area. Find its area. The perimeter of rectangle. Rectangle ന്റെ perimeter equation എന്താ? 2 into L plus B അല്ലേ? Perimeter ഒരു rectangle perimeter equation 2 into L plus B അല്ലേ? L എന്ന് വെച്ചാൽ എന്താ? Length. B എന്ന് പറഞ്ഞാൽ എന്താ? Breadth. അപ്പൊ 2 into L plus B എന്ത് വരും? ഇതായി കൊടുത്തേക്കുന്നു 34. And its diagonal. ഒരു റെക്ടാങ്കിളിന്റെ ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് ലെങ്ത് സ്ക്വയർ പ്ലസ് ബ്രെഡ്ത്ത് സ്ക്വയർ. റൂട്ട് ഓഫ് ലെങ്ത് സ്ക്വയർ പ്ലസ് ബ്രെഡ്ത്ത് സ്ക്വയർ. ഇതാണ് എന്ത്? ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. റൂട്ട് ഓഫ് ലെങ്ത് സ്ക്വയർ പ്ലസ് ബ്രെഡ്ത്ത് സ്ക്വയർ ഈക്വൽ ടു എന്ത് വന്നു? 13 വന്നു. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ എങ്ങനെ? റെക്ടാങ്കിൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അത്രേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നോക്കി, ഇത് ഞാൻ സ്ക്വയർ ചെയ്യാന്നിരിക്കട്ടെ. ലെങ്ത് എൽ പ്ലസ് ബി എ എന്ന് സ്ക്വയർ ചെയ്യാം. എൽ പ്ലസ് ബി എ സ്ക്വയർ ചെയ്താൽ എന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലേ? ഇവിടെ എക്ക് പകരം എൽ ആണ്, ബിക്ക് പകരം ബി തന്നെ. ലെങ്തും ബ്രെഡ്ത്തും ആണ്. 2 into ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. 2 into ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് വരുന്നത്. ഓക്കെ, ഇനി നോക്കി, ഇങ്ങനെ കിട്ടി. നമുക്ക് ഇവിടെ എന്തുണ്ട്? എൽ പ്ലസ് ബി ഉണ്ട്. എൽ പ്ലസ് ബി നോക്കി ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. എൽ പ്ലസ് ബി എന്ത് വരും? എൽ പ്ലസ് ബി ഈസ് ഈക്വൽ ടു, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പുറത്ത് പോകുമ്പോൾ എന്താ? ഡിവിഷൻ ആവും. 34/2 34/2 എന്താണ്? 17. ഒരു സൈഡ് കിട്ടി. ഇനി എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറോട് നമുക്ക് ഇവിടെ കിട്ടില്ലേ? നോക്കി, സ്ക്വയറിംഗ് ബോത്ത് സൈഡ്. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്. ഈ രണ്ട് സൈഡും ഒന്ന് സ്ക്വയർ ചെയ്യാം. ഇവിടെ കിട്ടും. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ റൂട്ട് അങ്ങ് പോകും. അപ്പൊ ബാക്കി എന്താ? എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. 13 സ്ക്വയർ എന്താ? 169. ഇതല്ലേ? രണ്ട് സൈഡും ഒരേപോലെ ചെയ്യണ്ടേ? ആണല്ലോ. അപ്പൊ എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കിട്ടി. എൽ ബി കണ്ടുപിടിക്കാം. എൽ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? 17 സ്ക്വയർ അല്ലേ? 17 സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നാം കണ്ടുപിടിച്ചു. 169 പ്ലസ് 2 into L into B. 17 സ്ക്വയർ എന്താ? 289 ഈക്വൽ ടു 169 169 പ്ലസ് 2 into L into B. ഓക്കെ, ഇതെന്ത് കിട്ടും? 2 into L into B എന്ന് വെച്ചാൽ എന്താ? എന്ത് കിട്ടും? എന്ത് കിട്ടൂടെ? 289 മൈനസ് 169 അല്ലേ? 289 മൈനസ് 169 എത്ര കിട്ടുന്നത്? 120 ആണ്. 169 പ്ലസ് 100 എത്രയാ? 269. പിന്നെ ഒരു 20 കൂടെ പോകണ്ടേ? മൊത്തം 120 പോകണം. അപ്പോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്താ കിട്ടുന്നത്? 120 ഡിവൈഡ് ബൈ 2. എത്ര ആൻസർ? 60. 120 ഡിവൈഡ് ബൈ 2 60. അപ്പൊ നമുക്ക് ഏരിയ കിട്ടിയില്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കിട്ടിയില്ലേ? 60 ആണ് നമ്മുടെ ആൻസർ. നമുക്ക് വേണ്ടതെല്ലാം ആ ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിരിക്കും. നമുക്ക് ഒന്ന് ആലോചിച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇക്വേഷൻസ് മറക്കാതിരിക്കുക. ഏരിയ ഓഫ് റെക്ടാങ്കിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ 2 into L plus B ആണ്. ഡയഗണൽ ഓഫ് റെക്ടാങ്കിൾ കണ്ടുപിടിക്കുന്നത് റൂട്ട് ഓഫ് L സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇക്വേഷൻസ് മറക്കാതിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ? Convert 0.232 bar. 232 ബാറിനെ ഫ്രാക്ഷണൽ വാല്യൂ കൺവേർട്ട് അല്ലെങ്കിൽ P by Q ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. നോക്കി, എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് നോക്കിയേ. ന്യൂമറേറ്റർ അല്ലെങ്കിൽ P യുടെ സ്ഥാനത്ത് എന്ത് വരും? നമ്മൾ എന്താണോ അവിടെ നമ്പർ ആയിട്ടുള്ളത് അത് മൊത്തം എഴുതുക. 232. ഇവിടെ 2ഉം 3ഉം 2 അല്ലേ നമ്പർ ആയിട്ടുള്ളത്? ഡിവൈഡഡ് ബൈ ഡെസിമലിനപ്പുറത്തേക്ക് എത്ര നമ്പർ ഉണ്ടോ അതെല്ലാം താഴെ റെപ്രസെന്റ് ചെയ്യണം. പക്ഷേ ഡെസിമലിനപ്പുറത്തേക്ക് ബാർ എഴുതുന്നത് എന്തുകൊണ്ടാ? ഈ ബാർ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാ?
0.3232 ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇതാണ് ഈ ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണല്ലോ. ഡെസിമലിനപ്പുറത്ത് എത്ര ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 3 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? അപ്പൊ 3 വട്ടം എന്ത് കൊടുക്കണം? 9 കൊടുക്കണം. ഇത്രേ ഉള്ളൂ. ഡെസിമലിന് അപ്പുറത്തേക്കുള്ള കാര്യം മാത്രമേ നമ്മൾ ഡിനോമിനേറ്ററിൽ കൺസിഡർ ചെയ്യൂ. ന്യൂമറേറ്ററിൽ എത്രയുണ്ടോ നമ്പർ അതെല്ലാം കൺസിഡർ ചെയ്യും. ക്ലിയർ ആണോ? ഓപ്ഷൻ ആൻസർ ഓപ്ഷനിലുണ്ട്. ആൻസർ ക്ലിയർ ആണോ? ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിലോ 0.232 32-ന് 3-നും മാത്രം ബാർ കൊടുത്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഈ നമ്പർ അതേപോലെ എടുത്തെഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യാത്ത ഡിജിറ്റ് ന്യൂമറേറ്ററിൽ നിന്ന് കുറച്ച് കളയുക. -2 ഡിവൈഡ് ബൈ എന്ത്? 9. എത്ര ഡിജിറ്റ് ഡെസിമലിന് ശേഷം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 ഡിജിറ്റ്. ഒരെണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതിന് എന്ത് കൊടുക്കണം? ഒരു 0 കൊടുക്കാം. ക്ലിയർ ആണോ? ഡെസിമലിന് അപ്പുറത്തുള്ള എല്ലാ ഡിജിറ്റും നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. പക്ഷേ റിപ്പീറ്റ് ചെയ്യാതെ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പൊ എന്ത് വരും ആൻസർ? 231 divided by 990. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോവാം. ട്രിഗണോമെട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. sin theta plus cos theta equal to √2. sin theta plus cos theta equal to √2. Then find sin theta into cos theta. sin theta into cos theta. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് sin theta into cos theta. sin theta plus cos theta √2 ആണ്. അങ്ങനെയാണെങ്കിൽ sin theta into cos theta എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നമുക്കിപ്പോ ട്രിഗണോമെട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട്. ട്രിഗണോമെട്രിയുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യമേ നിങ്ങൾ ചെയ്യുന്നത് 30 മുതൽ 60 വരെയുള്ള വാല്യൂസ് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ആ ട്രിഗണോമെട്രി വാല്യൂസ്, ആ ഒരു ടേബിൾ, ആ ഒരു ചാർട്ട് അല്ലേ, 0 മുതൽ 90 വരെയുള്ള ചാർട്ട്, സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്, എന്നിട്ട് എല്ലാവരും വാല്യൂസ് വരുന്ന ഒരു ചാർട്ട്, അത് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അതിന് ട്രിക്കൊക്കെ ഉണ്ട്, നോക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോ എന്നിട്ട് എന്ത് ചെയ്യുക? ആ വാല്യൂസ് ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഈ തീറ്റയ്ക്ക്, തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ആംഗിളിന്റെ വാല്യൂ ആയിരിക്കും ഇത്. സെയിം ആംഗിൾ ആയിരിക്കും രണ്ടിടത്തും വരിക. തീറ്റ റെപ്രസെന്റ് ചെയ്യുക. സെയിം ആംഗിൾ ആയിരിക്കും. അങ്ങനെ എന്ത് ചെയ്യുക? ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഏകദേശം നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി അങ്ങനെ കിട്ടാത്തതാണ് എങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലും മെത്തേഡ് ചൂസ് ചെയ്തേ പറ്റും. ട്രിഗണോമെട്രി ആദ്യം വരുമ്പോൾ വാല്യൂ പുട്ടിങ് തന്നെ ചെയ്യുക. എളുപ്പത്തിൽ ഓപ്ഷന്റെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. തീറ്റയുടെ വാല്യൂ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. അതായത് sin theta plus cos theta the whole square equal to the √2 square. Okay, a plus b the whole square എന്താ? a square. അതായത് sin square theta plus cos square theta, a square plus b square plus 2 into a into b അല്ലേ? ഇവിടെ a എന്താ? sin theta, b എന്താ? cos theta equal to √2 ന്റെ സ്ക്വയർ എന്താ? റൂട്ട് അങ്ങ് പോവും, 2 മാത്രം നിൽക്കും. നോക്കിയേ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്രയാ? 1. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പൊ ഇത്ര എന്തായി? 1 ആയി. 1 പ്ലസ് 2 ഇൻറ്റു എന്ത്? സൈൻ തീറ്റ കോസ് തീറ്റ. നമുക്ക് സൈൻ തീറ്റ കോസ് തീറ്റയിൽ കണ്ടുപിടിക്കേണ്ടത് ഈക്വൽ ടു എന്താ? 2. ഈ പ്ലസ് 1 ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -1. അപ്പൊ എന്ത് വരും ഇത്? 2 സൈൻ തീറ്റ cos theta equal to എന്ത്? 2 minus 1 എന്ത് വരും? 1 വരും. അപ്പോ sin theta cos theta എന്താ വരുന്നേ? 1. ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഡിവിഷൻ ആവും. 1/2 ആണ് ആൻസർ. sin theta plus cos theta എന്താ? sin theta into cos theta എന്ത് വരും? 1/2. ആൻസർ ഉണ്ടോ? ഓപ്ഷനിൽ ഇതാ ആൻസർ ഉണ്ട്. ക്ലിയർ ആണോ? ഇതൊന്നും ഇവിടെ ചെയ്തില്ല, രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു. അപ്പൊ എന്ത് വന്നു? a plus b the whole square എന്താ? a plus b the whole square എന്താ? a plus b the whole square എന്ത് വരും? a square plus b square plus 2ab. a square plus b square plus 2ab വരും. ഇവിടെ a യുടെ സ്ഥാനത്ത് sin theta ആണ്, b യുടെ സ്ഥാനത്ത് cos theta ആണ് ഉള്ളത്. അപ്പൊ എന്ത് വരും? sin square theta plus cos square theta plus 2 sin theta cos theta എന്ന് വരും. അപ്പുറത്ത് സ്ക്വയർ ചെയ്യുമ്പോൾ √2 എന്താകും? റൂട്ട് അങ്ങ് പോവും, 2 ആവും. sin square theta plus cos square theta ട്രിഗണോമെട്രി അല്ലെങ്കിൽ ട്രിഗണോമെട്രി ഇക്വേഷൻസ് കുറെ ഉണ്ട്. അപ്പൊ ഒരുപാട് ഒന്നും പഠിക്കാതിരിക്കുക, കുറച്ച് മാത്രം നമുക്ക് അത്യാവശ്യം വേണ്ടത് മാത്രം എന്താ പഠിച്ചു നോക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് sin square theta plus cos square theta 1 എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 1 plus 2 sin theta cos theta equal to 2 വരും. അപ്പൊ 2 sin theta cos theta എന്താ? 2 minus 1 ആണ് വരുന്നത്, അത് വരും 1 വരും. അപ്പൊ sin theta cos theta എന്താ? 1 ഡിവൈഡ്, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്താവും? 2 ആവും. 1 divided by 2 എന്ന് വരും. ക്ലിയർ ആണോ?
ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പെട്ടെന്ന് പോവാം. നോക്കിയിട്ടേ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാറ്റിസ്റ്റിക്കലി ഒരു ചോദ്യമാണ്, മീനും മീഡിയൻ മോഡൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏതാ നോക്കാം. റേഷ്യോ ബിറ്റ്വീൻ മീൻ ആൻഡ് മീഡിയൻ ഈസ് 3:5. റേഷ്യോ ബിറ്റ്വീൻ മീൻ ആൻഡ് മീഡിയൻ നമുക്ക് എഴുതാം, മീൻ ഈസ് ടു മീഡിയൻ, അല്ലെങ്കിൽ മീൻ ബൈ മീഡിയൻ എന്താ വരുന്നേ, എന്താണ് വരുന്നേ, 3:5 വരും. ഓക്കെ. ആൻഡ് സം ഓഫ് ദ മീൻസ്, അതായത് മീൻ പ്ലസ് മീഡിയൻ എന്താ, മീൻ പ്ലസ് മീഡിയൻ എന്ത് വരും, 96 പറഞ്ഞു, 96. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് മോഡ് ബൈ യൂസിംഗ് ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വഴി മോഡ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ത് വരും, മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. 3 മീഡിയൻ മൈനസ് 2 മീൻ. 3 മീഡിയൻ മൈനസ് 2 മീൻ. 3 മീഡിയൻ മൈനസ് 2 മീൻ. ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ? പക്ഷെ നമുക്ക് മോഡ് കണ്ടുപിടിക്കണമെങ്കിൽ മീഡിയനും വേണം മീനും വേണം. ഇവിടെ ഉണ്ടോ? ഇല്ല. ഇതിന്റെ ഒരു റേഷ്യോ മാത്രമേ അവിടെ കൊടുത്തുള്ളൂ. അതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, മീനും മീഡിയനും കണ്ടുപിടിക്കണം. പക്ഷേ റേഷ്യോയ്ക്ക് പുറമെ ഇവിടെ അതിന്റെ സമ്മും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. നോക്കി, മീൻ പ്ലസ് മീഡിയൻ യൂണിറ്റ് വാല്യൂ എത്രയാ, 3+5 അല്ലേ. 3+5 എന്താ, 8, അല്ലെങ്കിൽ 8 യൂണിറ്റ്, 8x 8y എന്ത് വേണം എടുക്കാം. ഞാൻ 8 യൂണിറ്റ് എന്ന് എടുത്തു. 8 യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താ, മീൻ പ്ലസ് മീഡിയൻ അല്ലേ. എന്ത് വന്നു, 3+5, 8 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 96 ആണ്. അപ്പൊ ഒരു യൂണിറ്റിന്റെ വാല്യൂ എന്ത് വരും, 96/8 അല്ലേ. എന്താണ് വരുന്നത്, 96/8, 12. ഒരു യൂണിറ്റ് വാല്യൂ 12 ആണ്. അങ്ങനെയാണെങ്കിൽ 3 യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താ, 3 × 1 അല്ലേ 3 യൂണിറ്റ്. 3 × 1 യൂണിറ്റ് വാല്യൂ നമുക്ക് അറിയാം. അപ്പൊ 3 യൂണിറ്റ് വാല്യൂ എന്താ, 3 × 12 എത്ര വരും, 36. അപ്പൊ 5 യൂണിറ്റ് വാല്യൂ എന്താ, 5 × 12 അല്ലേ, എത്ര വരും, 60. 36ഉം 60ഉമാണ് എന്ത്, മീൻ എന്ന് പറയുന്നത് 36ഉം മീഡിയൻ എന്ന് പറയുന്നത് കിട്ടി 60ഉം കിട്ടി. ക്ലിയർ ആണോ? എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? മീൻ ഈസ് ടു മീഡിയൻ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 3:5. ഇനി ഇതിന്റെ സമം തന്നിട്ടുണ്ട് എന്ത്, 96. നോക്കി, യൂണിറ്റ് സം എന്ത് വരും, 3+5 8 യൂണിറ്റ്. 8 യൂണിറ്റ് വാല്യൂ 96. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് വാല്യൂ നമുക്ക് കിട്ടും 12. അങ്ങനെയാണെങ്കിൽ മീഡിയൻ 3 യൂണിറ്റ് വാല്യൂ എന്താ, 3 × 12 36. മീഡിയൻ 5 യൂണിറ്റ് വാല്യൂ എന്താ, 5 × 12 60. നോക്കി, 60 + 36 + 60 96 തന്നെയല്ലേ വരുന്നത്. സം കറക്റ്റ് ആണ്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് പോവാം, മോഡ് കണ്ടുപിടിക്കാം. മോഡ് ഈക്വൽ ടു എന്ത് വരും, അപ്പോൾ 3 × മീഡിയൻ എന്താ, 60 മൈനസ് 2 × മീൻ എന്ത് വരും, 36. 60 × 3 എന്താ, 180 മൈനസ് 36 കണ്ടത് വരും 72. നോക്കി, അപ്പൊ മോഡിന്റെ ആൻസർ എന്താ, 180 മൈനസ് 72 എന്ത് വരും, 108. 108. 180 മൈനസ് 72 108 ആണ് എന്ത്, നമ്മളുടെ മോഡ് വരുന്നത്. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ ഈ കഴിഞ്ഞ വീക്കിൽ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരുപാട് ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഈ ഡയറക്റ്റ് ഇക്വേഷൻ വഴിയാണ് വന്നത്. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കിയൊന്നും കണ്ടിട്ടില്ല, ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു ഷിഫ്റ്റിലോ മറ്റോ കുറച്ചൊന്നും കയറി സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ചോദിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും എന്താ, ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് പഠിക്കാം. ചിലപ്പോൾ ഇങ്ങനെ റേഷ്യോ വൈസ് ഒക്കെ തരും, പേടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ടൈം സ്പീഡ് ഡിസ്റ്റൻസിലെ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, a car covers a certain distance at a speed of 40 km/h and returns the same distance at a speed of 60 km/h. അങ്ങനെയാണെങ്കിൽ what is the average speed of the car for the entire journey? Okay, a car covers a certain distance. ഇത്രയും ദൂരം ഇരിക്കട്ടെ. ഇത്രയും ദൂരം എങ്ങനെയാ, അങ്ങോട്ട് 40 km/h സ്പീഡിൽ പോയി and returns the same distance. ഇതേ ദൂരം ഈ എയിൽ നിന്ന് എ എന്ന പോയിന്റിൽ നിന്ന്, അല്ലെങ്കിൽ എ എന്ന സിറ്റിയിൽ നിന്ന് ബി എന്ന സിറ്റിയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങോട്ട് പോയത് എത്ര km/h? 40 km/h അങ്ങോട്ട് പോയത്. തിരിച്ചു വന്നതോ 60 km/h സ്പീഡിൽ. അങ്ങോട്ട് പോയത് 40, ഇങ്ങോട്ട് വന്ന എന്താ 60. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തവും യാത്രയ്ക്ക് വേണ്ടി ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. ഈ ഡിസ്റ്റൻസ് സെയിം അല്ലേ ഇവിടെ, അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വന്നതും ഒരേ ദൂരം തന്നെയല്ലേ, ഡിസ്റ്റൻസ് സെയിം അല്ലേ. അങ്ങോട്ട് പോയ ദൂരവും ഇങ്ങോട്ട് വന്ന ദൂരവും ഒരേ ഡിസ്റ്റൻസ് അല്ലേ. ഡിസ്റ്റൻസ് മാറുമോ? ഇല്ല, ദൂരം മാറില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആവറേജ് സ്പീഡിന് ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു
2xy. x എന്ന് വെച്ചാൽ സ്പീഡ്, y എന്ന് പറഞ്ഞാൽ അടുത്ത സ്പീഡ്, ഡിവൈഡഡ് ബൈ x പ്ലസ് y. 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y. x ഉം y എന്താ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള സ്പീഡാണ്. അങ്ങോട്ട് പോയ സ്പീഡ് x, ഇങ്ങോട്ട് വന്ന സ്പീഡ് എന്താ y. തിരിച്ചെടുത്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്ത് വരും നമ്മുടെ ആൻസർ? 2 into x എന്താ 40 into y എന്താ 60 ഡിവൈഡഡ് ബൈ 40 പ്ലസ് 60 എന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്യേണ്ട, അതേപോലെ ഇട്ടേക്കാം, ക്യാൻസൽ ചെയ്ത് പോകും. 2 into 40 into 60 divided by 40 plus 60 എന്താ 100. 0 0 പോയി 0 0. ഇതാണ് പറയുന്നത്, കട്ട് ചെയ്യണ്ട, അവിടെ തന്നെ ഇട്ടിരുന്നാൽ മതി, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ 2 into 4 എന്താ 8. 8 into 6 എന്ത് വരും? 8 into 6 എന്താ 48. അപ്പൊ ആവറേജ് സ്പീഡ് എന്താ 48 കിലോമീറ്റർ പെർ അവർ. 48 കിലോമീറ്റർ പെർ അവർ ആവറേജ് സ്പീഡ് 48 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ക്ലിയർ ആണോ? ഇക്വേഷൻ വന്നു വരുന്നത് ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആവറേജ് സ്പീഡ് ഇക്വേഷൻ എന്താ വരുന്നത്? 2xy ഡിവൈഡഡ് ബൈ എന്ത്? x plus y. 2xy ഡിവൈഡഡ് ബൈ എന്ത്? x plus y. 2xy ഡിവൈഡഡ് ബൈ x plus y. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. In what ratio must tea costing to 80 per kg? ഒരു ചായപ്പൊടിയുടെ വില എത്രയാ? 280 per kg. We mixed with tea costing 320 per kg. ഈ 280 per kg, 1 കിലോയ്ക്ക് 280 രൂപയുള്ള ഒരു ചായപ്പൊടി എന്തുമായിട്ട് മിക്സ് ചെയ്യണം? 320, 1 കിലോയ്ക്ക് 320 രൂപയുള്ള വെറൈറ്റി ഉള്ള ടീ ആയിട്ട് മറ്റൊരു ചായപ്പൊടിയായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? So that the resulting mixture is worth എന്ത്? 295 per kg. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടുന്ന, അല്ലെങ്കിൽ ഈ 280 320 തമ്മിൽ മിക്സ് ചെയ്ത് കിട്ടുന്ന വെറൈറ്റിക്ക് എത്ര രൂപ കൊടുക്കണം? 295 രൂപയ്ക്ക് 295 രൂപ ആയിരിക്കണം അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് റേഷ്യോയിലാണ്? ഓക്കെ, ഫസ്റ്റ് തന്നെ പറഞ്ഞേക്കുന്നല്ലേ, ഇൻ വാട്ട് റേഷ്യോ, ഏത് റേഷ്യോയിലാണ് ആദ്യത്തതും രണ്ടാമതും എന്ത് ചെയ്യേണ്ടത്? മിക്സ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്കത് എന്ത് ചെയ്യാം? ഇത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഓവറോൾ ഒരു സാധനം, ഓവറോൾ ഒരു ക്വാണ്ടിറ്റി കാണുമ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം? അലിഗേഷൻ എന്നുള്ളത് നിങ്ങൾ അവിടെ ആലോചിച്ചിരിക്കണം. ഓവറോൾ കാണുമ്പോഴേ എന്ത്? അലിഗേഷന്റെ കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഓവറോൾ ആണ്, അലിഗേഷന്റെ കാര്യം മനസ്സിലേക്ക് വന്നിരിക്കണം. എങ്ങനെയാണ് അലിഗേറ്റ് ചെയ്യുക? വെറുതെ അലിഗേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, വെറുതെ അലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അലിഗേഷനിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കിയേ, പ്രോഫിറ്റ് ഓർ ലോസ് പെർസെന്റേജ് എന്ന് വെച്ചാൽ എന്താ? പ്രോഫിറ്റ് ഓർ ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻടു 100% അല്ലേ? ആണല്ലോ. സ്പീഡ് ഈക്വൽ ടു എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഇങ്ങനെയുള്ള ഇക്വേഷൻസ്, ഫ്രാക്ഷൻ വരുന്ന ഇക്വേഷൻസ് നിങ്ങൾ നോക്കുക. അതിൽ താഴെ വരുന്നതായിരിക്കും എന്ത്? നമ്മൾ താഴെ റേഷ്യോ ആയിട്ട് വരിക. ക്ലിയർ ആണോ? താഴെ ഡിനോമിനേറ്ററിൽ വരുന്നതായിരിക്കും ഇവിടെ റേഷ്യോ ആയിട്ട് വരിക. ഈ ഒരു സാധനം എല്ലാവരും കണ്ടു കാണും, പക്ഷേ താഴെ എന്താ വരുന്നത് എന്നുള്ളത് പലർക്കും ഐഡിയ ഉണ്ടാവില്ല. പിന്നെ മുകളിൽ ഒരു ക്വാണ്ടിറ്റി, സെയിം ക്വാണ്ടിറ്റി, നടുക്കും എന്ത് വേണം? സെയിം ക്വാണ്ടിറ്റി തന്നെ വേണം. ഇവിടെ എത്രയാ? 295 ആണ്. ക്ലിയർ ആണോ? ഇനി കോസ്റ്റ് പ്രൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ കോസ്റ്റ് പ്രൈസ്, ഇവിടെ കോസ്റ്റ് പ്രൈസ്, ഇവിടെ ഓവറോൾ കോസ്റ്റ് പ്രൈസ്. ഇനി സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ ഇവിടെ സെല്ലിംഗ് പ്രൈസ്, ഇവിടെ സെല്ലിംഗ് പ്രൈസ്, ഇവിടെ ഓവറോൾ സെല്ലിംഗ് പ്രൈസ്. ഇനി നോക്കി, ഈ ഒരു ക്വസ്റ്റ്യനിൽ താഴെ റേഷ്യോയിൽ എന്താ വരുന്നത്? നോക്കിയേ, 280 per kg അല്ലെ? ഇപ്പൊ കിലോഗ്രാം ആണെന്ത് താഴെ. അതായത് നമ്മൾ 280 നിന്നും എത്ര വെറൈറ്റി, എത്ര ക്വാണ്ടിറ്റി എടുത്തു? 320 നിന്ന് എത്ര ക്വാണ്ടിറ്റി എടുത്തു? ഈ റേഷ്യോ ആയിരിക്കും എന്ത് താഴെ വരിക. നോക്കി, അതിന് എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. 295 മൈനസ് 280 എന്ത് വരും? എന്നിട്ട് ഇവിടെ എഴുതുക 15. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. 320 മൈനസ് 295 എന്ത് വരും? 25. ക്യാൻസൽ ചെയ്യാനുണ്ടോ? ഉണ്ടല്ലോ. നമുക്ക് റേഷ്യോ മതിയല്ലോ? മതി. രണ്ടിനെയും 5 കൊണ്ട് വിട്ടാലോ? 5 കൊണ്ട് വിട്ടുമ്പോ ഇവിടെ എന്ത് കിട്ടും? 5:3. ഇവിടെ എന്ത് കിട്ടും? 3. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 5:3. ആൻസർ നോക്കിയിട്ട് മാത്രം എഴുതുക. ചിലപ്പോൾ 3:5 തിരിച്ചെഴുതാനൊക്കെ പറയും. അപ്പൊ അത് കൺഫേം ചെയ്തിട്ട് മാത്രം ആൻസറിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? 5:3 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Find the ratio of annual compound interest to half yearly compound interest on rupees 10,000 at annual rate of 8% for 1 year. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ റേഷ്യോ. ഇവിടെയും ഒരു റേഷ്യോയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താ? ആനുവലി അല്ലെങ്കിൽ ഇയർലി കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ടു എന്ത്? ഹാഫ് ഇയർലി കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ്. ആനുവൽ ടു ഹാഫ് ഇയർലി കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ്. ഇതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ
ഒരു വർഷം ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്ര കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വന്നു, പിന്നെ എന്താ ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ എന്താവും, റേറ്റും എന്താണ് ഹാഫ് ഇയർലി 6 മന്തിലേക്ക് പോകും. അങ്ങനെയുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കി, നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത്, 8% അല്ലേ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% അല്ലേ, ആനുവലി ആകുമ്പോൾ മാറ്റണമൊന്നുമില്ല, 8% പെർ ആനം അല്ലേ, ഒരു വർഷത്തെ റേറ്റ് എന്താ 8%. ഓക്കെ, ഇനി ഹാഫ് ഇയർലി എത്രയാ, ഹാഫ് ഇയർലി ആണ് എങ്കിൽ എത്രയാ, 8/2 എത്രയാ, 4%. ഹാഫ് ഇയർലി എന്ന് വെച്ചാൽ എന്താ, വർഷത്തിന്റെ പകുതിയല്ലേ, അപ്പൊ എത്രയാ, 4%. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിനെന്താ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? നിങ്ങൾ ഈ എമൗണ്ടിന്റെ ഒന്നും കാര്യം ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ ചെയ്യുക, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രം എടുത്ത് റേഷ്യോ ഇടുക, അത്രേ ഉള്ളൂ. ആനുവലി ആകുമ്പോൾ വേറെ മാറ്റമൊന്നുമില്ല, 8% ആണ് വരും. പക്ഷെ ഹാഫ് ഇയർലി ആകുമ്പോൾ ഒരു വ്യത്യാസം വരും. ഹാഫ് ഇയർലി എന്ന് വെച്ചാൽ എന്താ, 4%, പിന്നെ ഒരു 4% കൂടെ പോകണം. 6 മാസം വീതം എന്ത് 4% പൊക്കോണ്ടിരിക്കണം. അപ്പൊ എന്ത് ചെയ്യണം, സക്സസീവ് ആയിട്ടല്ലേ പൊക്കോണ്ടിരിക്കുന്നത്, വേറെ വായിക്കണ്ട, സക്സസീവ് ഡിസ്കൗണ്ട് പെർസെന്റേജ് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. അതെന്താ, A plus B, സക്സസീവ് ഡിസ്കൗണ്ടിന്റെ അല്ല, സക്സസീവ് പെർസെന്റേജിന്റെ, സക്സസീവ് പെർസെന്റേജിന്റെ A plus B plus AB ഡിവൈഡഡ് ബൈ 100%. കഴിഞ്ഞു. A എന്താ, 4 തന്നെയല്ലേ, അപ്പൊ 4 plus 4 plus 4 × 4 എന്താ, 16 ഡിവൈഡഡ് ബൈ 100%. അപ്പൊ എന്ത് വരും ഇവിടെ, 8 plus 16 ഡിവൈഡ് ബൈ 100 എന്താ, 0.16%. അപ്പൊ എന്ത് വരും, 8.16% വരും. അപ്പൊ നോക്കി, 8.16%. അപ്പൊ എന്ത് വരുന്നത്, 8% divided by 8.16% അല്ലേ, ആ പെർസെന്റേജ് ക്യാൻസൽ ആയി. 8/8.16 ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടിനെ എന്ത് ചെയ്യുക, ഇൻടു 100 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പൊ എന്ത് കിട്ടും, മോൾ 800 കിട്ടും, താഴെ എന്ത്, ഈ 2 ഡെസിമൽ പ്ലേസ് പോവും, 816 ആകും. ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കി, ഡെസിമൽ കട്ട് ചെയ്യാൻ പാടുണ്ടെങ്കിലാണെന്ന് പറഞ്ഞത്, ഇങ്ങനെ കൺവേർട്ട് ചെയ്യുക, എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടോ അത്രയും പൂജ്യമുള്ള നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക, ഗുണിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്ന് കട്ട് ചെയ്ത് നോക്കി, എന്തുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും, ആദ്യം ഇവിടെ എന്ന് പറഞ്ഞ ഏത് നമ്പർ കൊണ്ട് ഇതിനെ കട്ട് ചെയ്യാൻ പറ്റും, 8 കൊണ്ട് കട്ട് ചെയ്യാലോ രണ്ടിനെയും. എന്ത് കിട്ടും, ഇവിടെ 100, ഇവിടെ എന്താ 20, 8 കൊണ്ട് കട്ട് ചെയ്യുമ്പോ 12, 8 കൊണ്ട് കട്ട് ചെയ്യുമ്പോ 102, 102, 100ഉം 102 ആണ് എന്ത് റേഷ്യോ. ഇനി കട്ട് ചെയ്യാൻ അതിനെ എന്തുകൊണ്ട് കട്ട് ചെയ്യാം, 2 കൊണ്ട് എന്തായാലും കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ എന്ത് കിട്ടും, 50 കിട്ടും. 100 ഡിവൈഡ് ബൈ 2 50, 102 ഡിവൈഡ് ബൈ 2 എന്താ, 51. ഇനി കട്ട് ചെയ്യാനുണ്ടോ, ഇല്ല. ഇനി കട്ട് ചെയ്യാനുണ്ടോ, ഇല്ല. ആൻസർ എന്തായി, 50:51, 50:51. ക്ലിയർ ആണോ? ഇതിൽ നിങ്ങൾ ആ എത്ര എമൗണ്ട് കൊടുത്തേക്കുന്ന ഒന്നും ആലോചിക്കേണ്ട, ആ ബാക്കി എല്ലാം എന്ത് ക്യാൻസൽ ആയി പോകും. ബാക്കിയെല്ലാം എന്ത് മുകളിലും താഴെയും ഒരേപോലെ ആയിരിക്കും വരിക. ഇൻട്രസ്റ്റ് മാത്രമായിരിക്കും എന്ത് രണ്ട് സൈഡിലും മാറുക. പ്രിൻസിപ്പിൾ സെയിം ആണ്, അതേപോലെ ടൈം പീരീഡ് സെയിം ആണ്, എല്ലാം സെയിം ആണ്. ബാക്കി ഒന്നിനും മാറ്റമില്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമേ മാറ്റം വരൂ. അപ്പൊ അത് മാത്രം എഡിക്വേറ്റ് ചെയ്താൽ മതി, വെറുതെ എല്ലാവരും കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത ദിവസം, find the volume of a right circular cone whose base radius is 7 cm and height is 24 cm. Find the volume of a right circular cone whose base radius, right circular cone, ഒരു കോൺ അല്ലേ, ഇതല്ലേ ഒരു കോൺ, whose base radius, ബേസിന്റെ റേഡിയസ് എന്താ 7 cm, പിന്നെ ഹൈറ്റ് എന്ത് വരും, ഇതിന്റെ ഹൈറ്റ് എന്താ വരുന്നത് 24 cm. ഇതിന്റെ ഈ ഒരു കോണിന്റെ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് എന്തൊക്കെയുണ്ട് ഇവിടെ, ബേസ് റേഡിയസും ഉണ്ട്, ഹൈറ്റും ഉണ്ട്. ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വോളിയം ഓഫ് കോൺ എന്ത് വരും, ഇവിടെ 1/3 പൈ r square h. ഇതാണ് വോളിയം ഓഫ് കോൺ. നോക്കിയേ, പൈയുടെ വാല്യൂ എന്താ, ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം 22/7, അല്ലെങ്കിൽ 3.14 എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞിരിക്കും, 3.14 പറഞ്ഞിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്തെടുക്കാം, 22/7 തന്നെ എടുക്കാം. നോക്കി, അപ്പൊ എന്താ 1/3 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു റേഡിയസ് എന്താ ഓൾറെഡി തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് കിട്ടി, നമുക്ക് ഒന്നും ചെയ്യാനില്ല, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഡ്വാൻസ് മാത്സിന്റെ ഇക്വേഷൻസ്, ഫോർമുലാസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു നോക്കുക. പ്രത്യേകിച്ച് മെൻസുറേഷന്റെ ഒക്കെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ്. ഒരു ചാർട്ട്, ഒരു ബുക്ക് എടുക്കുക, ആ ബുക്കിൽ ഒരു പേജിൽ എന്ത് ചെയ്യുക, ഇക്വേഷൻസ് എല്ലാം എഴുതിയിടുക. അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റം ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്താ, റേഡിയസ് എത്രയാ 7 ഇൻറ്റു ഹൈറ്റ് എത്ര വരും ഇവിടെ 24. ഹൈറ്റ് എത്ര വരും 24. നോക്കിയേ, 7 7 ക്യാൻസൽ ആയി, 3 ഉം 24 ക്യാൻസൽ ആക്കുമ്പോൾ എന്ത് കിട്ടും, 8 കിട്ടും. ഓക്കെ, 8 കിട്ടും.
ഓക്കെ, ഇനി ഓക്കെ യൂണിറ്റ് ഡിജിറ്റ് എല്ലാം ഡിഫറെന്റ് ആണ്. 2, 5, 1, 0. അതുകൊണ്ട് എന്ത് ചെയ്യാം, മൊത്തം മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് യൂണിറ്റ് ഡിജിറ്റ് മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ എന്താ അവസാനം വരുന്നത്? 22 into 7 into 8 മാത്രമേ അവസാനം വരും. 2 into 7 എന്താ 14. യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും? 4. ഇനി അതേപോലെ തന്നെ 4 into 8 എന്താ 32 അല്ലേ? യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും? 2. അപ്പൊ നമ്മുടെ ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ത് തന്നെയായിരിക്കും? ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ത് തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. 2 യൂണിറ്റ് ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട് ഇവിടെ? ഒരെണ്ണം വരെ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 1232. 1232 സെന്റിമീറ്റർ ക്യൂബ് ആണ് നമ്മുടെ ആൻസർ. വെറുതെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾക്ക് മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ സ്റ്റെപ്പും എഴുതിയിട്ട് ആൻസറിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരിക്കരുത്. എത്രയും സമയം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ എത്രയും സമയം കുറയ്ക്കാമോ അത്രയും സമയം അവിടെ കുറച്ച് ചെയ്യുക. ബാക്കി അവിടെ കുറച്ച് കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരും, അതിന് നമുക്ക് കുറച്ച് കൂടുതൽ സമയം കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കോണിലെ ബാക്കിയുള്ള ഇക്വേഷൻസ് ഇപ്പൊ വോളിയം ചോദിച്ചു, ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാം? മറ്റ് ഇക്വേഷൻസ് ആയിരിക്കും ചോദിക്കാം. ഓക്കെ, carved surface area of a cone. Carved surface area of a cone. Pi into radius into slant height. എന്താണ് ഈ slant height? ഒരു കോണിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണുള്ളത്? റേഡിയസ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, ഈ സ്ലാന്റ് ഹൈറ്റ്. ഇതാണ് ചരിഞ്ഞ ഹൈറ്റ് ആണ് എന്ത്? സ്ലാന്റ് ഹൈറ്റ്. ഓക്കെ, ഇനി ടോട്ടൽ സർഫസ് ഏരിയ CSA എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു വളവ്, ഈ ടെന്റ് നമ്മൾ മുകളിൽ കാണുന്ന ഭാഗമല്ലേ, അതാണ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ. ഒരു ടെന്റ്, ഒരു കോണിക്കൽ ടെന്റില് മുകളിൽ കാണുന്ന മാത്രം ഭാഗമല്ലേ, അതാണ് എന്ത്? കർവ്ഡ് സർഫസ് ഏരിയ. ഇനി താഴെയുള്ള ഈ ഒരു ഭാഗം ഇൻക്ലൂഡ് ചെയ്താൽ അതെന്തായി? ടോട്ടൽ സർഫസ് ഏരിയ ആയി. അതെന്താ വരുന്നത്? ടോട്ടൽ സർഫസ് ഏരിയ എന്താ വരുന്നത്? പൈ r into L plus R അല്ലെങ്കിൽ R plus L. ക്ലിയർ ആണ്? ഇക്വേഷൻസ് കൂടെ നോട്ട് ചെയ്ത് വെക്കുക, ആവശ്യം വരും. അടുത്ത എക്സാംസിന് ചിലപ്പോൾ ഈ ഇക്വേഷൻസ് ആയിരിക്കും ചോദിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A man spends 75% of his income. If his income increases by 28% and his expenditure increases by 20%, then what is the percentage increase in his savings? Okay, direct income expenditure question ആണ് വന്നത്. ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സിന്റെ ഇക്വേഷൻ എന്താ? ഇൻകം വരുമാനം എന്ന് പറയുന്നത് ചിലവായത് എക്സ്പെൻഡിച്ചർ പ്ലസ് എന്ത്? ബാക്കി എന്താ? സേവിങ്സ് അല്ലേ? ചിലവായി കഴിഞ്ഞാൽ പിന്നെ എന്താ? സേവിങ്സ് അല്ലേ? ഈ രണ്ട് ഹെഡിലേക്കാണ് എന്ത്? ഇൻകത്തിനെ മാറ്റേണ്ടത്. നോക്കിയേ, ഫസ്റ്റ് സെന്റൻസിൽ നിന്ന്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എഴുതിയിരിക്കണം. എ മാൻ സ്പെൻസ് 75% ഓഫ് ഹിസ് ഇൻകം. ഇൻകം എപ്പോഴും എന്താ? 100 യൂണിറ്റ് അല്ലെങ്കിൽ 100% ആക്കി എടുക്കുക. നോക്കിയേ, എത്രയാണ് സ്പെൻഡ് ചെയ്തത്? ഇൻകത്തിന്റെ 75%. 100ന്റെ 75% എത്രയാ? 75 തന്നെയല്ലേ? അപ്പൊ സേവിങ്സ് എത്രയാണ്? 100 ഇൻകം, എക്സ്പെൻഡിച്ചർ 75, അപ്പൊ സേവിങ്സ് എന്ത് വരും? ബാക്കി 25 അല്ലെ? ടോട്ടൽ ക്വാണ്ടിറ്റി 100 ഇൻകം, 75 എക്സ്പെൻഡിച്ചർ, ബാക്കിയുള്ളതല്ലേ സേവിങ്സ്. അപ്പൊ 25 അല്ലേ സേവിങ്സ് വരിക? അതെ. നോക്കിയേ, ഇനി എന്താ? ഇഫ് ഹിസ് ഇൻകം ഇൻക്രീസസ് ബൈ എന്ത്? 28%. ഇൻകം എത്ര കൂടിയടയും? 28% കൂടുമെന്ന് പറയാം. ഇൻകം ഇൻക്രീസസ് ബൈ 28%. ഇൻകം എത്ര കൂടി? എത്ര കൂടി? 28% കൂടി. 100ന്റെ 28% എത്രയാ? 100ന്റെ 3% എത്രയാ? 3. 100ന്റെ 70% എത്രയാ? 70. 100ന്റെ 81% എത്രയാ? 81. അപ്പൊ 100ന്റെ 28% എത്രയാ? 28 ഇൻക്രീസ് ചെയ്തു. അപ്പൊ 100 പ്ലസ് 28 എത്രയാണ്? 128 ആയി. ഇനി അടുത്ത എന്തെങ്കിലും പറയുന്നുണ്ടോ? നോക്കി, ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ബൈ, ചിലവ് എത്ര കൂടി? 20% കൂടി. ചിലവ് എന്ത്? 20% കൂടി. അപ്പൊ 75ന്റെ 20% എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നോക്കിയേ, 75ന്റെ 10% എത്രയാ? 75ന്റെ 10% എത്രയാ? നോക്കി, 75ന്റെ 10%. ഏതൊരു നമ്പറിനെ 10% കണ്ടുപിടിക്കാൻ, ഒന്നെങ്കിൽ 0 അവസാനിക്കുന്ന നമ്പർ ആണെങ്കിൽ 0 കളയുക, 0 കളയുക. ഈ 0 ഇല്ലാത്ത നമ്പർ ആണെങ്കിലോ ഒരു ഡെസിമൽ പ്ലേസ് മാറ്റി കൊടുക്കുക. ഇതാണ് എന്ത്? 10%. അപ്പൊ 20% എന്ത് വരും? 20% എന്ത് വരും? 10ന്ന് ഒരു 2 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ 20%. അപ്പൊ ഇവിടെയും ഒരു 2 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ 7.5 into 2 എന്താ? 15. അപ്പൊ എത്ര കൂടി? 15 കൂടി. 75 പ്ലസ് 15 എത്ര വരും? 90. നോക്കിയില്ലേ, അപ്പൊ സേവിങ്സ് എന്ത് വരും? സേവിങ്സ് ഇതിൽ നിന്ന് എങ്ങനെ എടുക്കാം? ഇൻകം മൈനസ് എന്ത്? എക്സ്പെൻഡിച്ചർ. ഇൻകം എത്രയാ? 128 മൈനസ് എക്സ്പെൻഡിച്ചർ എത്രയാ? 90. 128 പ്ലസ് 90 എന്ത് വരും? 38. അപ്പൊ 38. ഇൻകം എത്രയായി? സേവിങ്സ് എത്രയായി? 25 ആയിരുന്നു. എത്ര കൂടി? എത്ര കൂടിയത്? 25 38 ആവാൻ എത്ര കൂടണം? 13 കൂടണം. ഇപ്പൊ നമ്മുടെ ആൻസർ എന്താ? എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? Then what is the percentage increase in his savings? ഈ percentage increase in his savings, സേവിങ്സിൽ എത്ര ശതമാനം കൂടി? എത്ര കൂടിയിട്ടുണ്ട്? 13 കൂടിയിട്ടുണ്ട്. എന്തിൽ നിന്നാണ് 13 കൂടിയത്? അതാണ് ഇത് ബേസ് ആക്കി എടുക്കേണ്ടത്. 25ൽ നിന്നാണ് 13 കൂടി. ഇനി പെർസെന്റേജിൽ കൺവേർട്ട് ചെയ്യാൻ, ഒരു ഫ്രാക്ഷനെ ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്?
into 100%. അപ്പൊ എന്ത് വരും? 25 100 ക്യാൻസൽ ആയി. ഇപ്പൊ എന്ത് വരും ഇവിടെ? 4. 13 into 4% എത്രയാ? 52%. 52%. 13 into 4%, 52%. 52%. ക്ലിയർ ആണോ? എടി ഈ താഴെ ഉള്ളത് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. നമുക്ക് ഇൻക്രീസ് വെച്ചാൽ നമുക്ക് എടുക്കാം. ഇവിടെ നോക്കിയേ, എത്രയാണ് ഇൻകം കൂടിയത്? 28. എക്സ്പെൻഡിച്ചർ എത്ര കൂടിയത്? 15. ഇൻകം ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് അല്ലേ? ആണല്ലോ, ആണ്. അപ്പോ സേവിങ്സ് എത്ര കൂടണം? 28 മൈനസ് 15 കൂടണ്ടേ? അതായത് 13 കൂടണ്ടേ? 15 പ്ലസ് 13 അല്ലേ ഇവിടെ ടാലി ആയിട്ട്, ഇപ്പുറത്തെ ടാലി ആയിട്ട് 28 കിട്ടും. ആണല്ലോ, ആണ്. ഇൻകം സേവിങ്സ് എത്ര കൂടണം? 13 കൂടണം. ഏതെന്നാണ് 13 കൂടേണ്ടത്? 25 നിന്ന്. അപ്പൊ എന്താണ് നമ്മുടെ സേവിങ്സ് ഇൻക്രീസ് എത്രയാ? പെർസെന്റ് ഇൻക്രീസ് എത്രയാ? 13 divided by 25 into 100% തന്നെ വരും. ഈ സ്റ്റെപ്പിന്റെ ആവശ്യം ഇവിടെ വരുന്നതേ ഇല്ല. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The base of a right angled triangle is 6 cm and its hypotenuse is 10 cm. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാം. Base of a right angled triangle. Right triangle ന്റെ base എത്ര വരും? 6 cm. And its hypotenuse, ഈ hypotenuse എത്രയാ? 10 cm. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. റൈറ്റ് ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് എന്ത്? നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. ബേസ് ഉണ്ടോ? ബേസ് ഉണ്ട്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ അവിടെ? 6. പക്ഷെ ഹൈറ്റ് ഉണ്ടോ? ഹൈറ്റ് ഇതല്ലേ, ഓൾട്ടിറ്റ്യൂഡ് അല്ലേ വരേണ്ടത്? അതില്ല. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? എങ്ങനെ ഹൈറ്റ് കണ്ടുപിടിക്കാം? ഓക്കെ, ഒന്നുകിൽ എന്ത് ചെയ്യാം, പൈതഗോറിയസ് തിയറം ഇടുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ഇടുക. ഞാൻ കൂടുതലും ട്രിപ്ലെറ്റ് ഇട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഏത് ട്രിപ്ലെറ്റ് ആപ്ലിക്കബിൾ ആവും? ഈ 3, 4, 5 ആപ്ലിക്കബിൾ ആവില്ലേ? 3 into 2 6 അല്ലേ ഇതാ ഒരു സൈഡ്. 5 into 2 10 അല്ലേ ഇതാ മറ്റൊരു സൈഡ്. അപ്പൊ ഈ സൈഡ് എന്ത് വരും? 4 into 2 എന്ത് വരും? എന്തോരുടെ? 8. അപ്പൊ 8 ആണ് എന്ത്? ഹൈറ്റ്. ഇത്രേ ഉള്ളൂ. പൈതഗോറിയൻ ട്രിപ്ലെറ്റ് പഠിച്ചു നോക്കുക. ഇവിടെ മാത്രമല്ല, ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. 3, 4, 5 ഏറ്റവും ബേസിക് ഉള്ള പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്. എങ്ങനെയാണ് ഈ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് പെട്ടെന്ന് ഷോർട്ട് ട്രിക്ക് ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്? ഏറ്റവും ബേസിക് നമ്പർ അതിൽ നോക്കുക. ഈ 3, 4, 5 ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 3 അല്ലേ? മിനിമം നമ്പർ എടുക്കുക. 3ന്റെ സ്ക്വയർ എത്രയാ? 9 അല്ലേ? 9നെ 1 ഗ്യാപ്പ് വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 9നെ 1 ഡിഫറൻസ് വരുന്ന രീതിയിൽ എന്താ സ്പ്ലിറ്റ് ചെയ്യുക. അതെങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്? 4, 5 അല്ലേ? അപ്പൊ ബാക്കി നമ്പേഴ്സ് എന്താ? 4, 5. ഇപ്പൊ ട്രിപ്ലെറ്റ്സ് എന്താ? 3, 4, 5. ഇത്രേ ഉള്ളൂ. ഓഡ് നമ്പേഴ്സിന്റെയാണ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഈവൻ നമ്പേഴ്സിന് വേറെ മെത്തേഡ് ഉണ്ട്. 1/2 into ബേസ് into ഹൈറ്റ് എത്ര കിട്ടി? 8. 2 8 കട്ട് ചെയ്ത് എന്ത് കിട്ടി? 4 കിട്ടി. 6 into 4 എന്താ വരുന്നത്? 6 into 4 എന്താ? 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? നമ്മളുടെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ. ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി, പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The area of sector of a circle with radius 14 centimeter is 154 centimeter square. Find the central angle subtended by the sector at the center of the circle. Okay, ഒരു സർക്കിൾ അതിന്റെ റേഡിയസ് എന്ത് പറഞ്ഞു? 14 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെക്ടറിന്റെ ഏരിയ എത്രയാ? 154 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സബ്റ്റൻഡഡ് ബൈ ദ സെക്ടർ. ഈ ഒരു ആംഗിൾ, ഈ സെക്ടർ സബ്റ്റൻഡ് ചെയ്ത സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇതാണ് എന്ത്? നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആണോ? ഏരിയ ഓഫ് സർക്കിൾ എന്താ ഇക്വേഷൻ? ഏരിയ ഓഫ് സർക്കിളിന്റെ ഇക്വേഷൻ എന്ത് വരും? പൈ ആർ സ്ക്വയർ അല്ലേ? ആണല്ലോ. ഇതിലൊരു സെഗ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മള് ഒരു സെഗ്മെന്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. എന്താ ചെയ്യുക? ഇൻറ്റു എന്ത്? തീറ്റ ബൈ 360 ഡിഗ്രി. അതായത് ഈ മൊത്തവും സർക്കിളിന്റെ ആംഗിൾ, അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ ആംഗിൾ എന്താ വരുന്നത്? 360 ഡിഗ്രി അല്ലേ? 360 ഡിഗ്രി അല്ലേ? അതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒരു ചെറിയ ആംഗിൾ തീറ്റ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? പൈ ആർ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 360 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ കണ്ടുപിടിക്കാം. ഇതല്ലേ ചെയ്യേണ്ടത്? അപ്പൊ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? പൈ എന്താ? 22 divided by 7 into റേഡിയസിന്റെ സ്ക്വയർ എന്താ? റേഡിയസ് 14 കൊടുത്തിട്ടുണ്ട്. 14 into 14 പൈ ആർ സ്ക്വയർ into തീറ്റ. ആ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തീറ്റ ബൈ 360 ഡിഗ്രി. തീറ്റ ബൈ 360 ഡിഗ്രി ഈക്വൽ ടു എന്താണ് ആ സെഗ്മെന്റിന്റെ സെക്ടറിന്റെ ഏരിയ എന്താ വരുന്നത്? 154 സെന്റിമീറ്റർ സ്ക്വയർ. കഴിഞ്ഞു.
കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങനെയുള്ള മോഡൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് ഏരിയ തന്നു, ചിലപ്പോൾ ആംഗിൾ തരും, ഏരിയ കണ്ടുപിടിക്കാനായിരിക്കും. ഈ ഒരു ഇക്വേഷൻ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മൊത്തവും സർക്കിളിന്റെ ഏരിയ എന്ത് വരും? പൈ ആർ സ്ക്വയർ. അതിലൊരു സെഗ്മെന്റ്, ഒരു ചെറിയൊരു സെക്ടറിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ ഇൻറ്റു തീറ്റ ബൈ 360 ഡിഗ്രി. ഇത്രേ ഉള്ളൂ. 360 ഡിഗ്രി മൊത്തവും സർക്കിളിനുള്ള ഒരു ആംഗിൾ ആണ്, അല്ലെങ്കിൽ ആ ഒരു മെഷർമെന്റ് ആണ്. ഇപ്പൊ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ചെറിയ സെഗ്മെന്റിന്റെ സെക്ടറിന്റെ എന്ത് കണ്ടുപിടിക്കണം? ആംഗിൾ കണ്ടുപിടിക്കണം. ഇതാണ് ഡയറക്റ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ എന്ത് വരും? 7 14 ക്യാൻസൽ ആയി, 2 വന്നു. 14 154 ക്യാൻസൽ. ഈ 154 ഇപ്പുറത്ത് കൊണ്ടുവന്ന ഡിവിഷനിലേ വരുന്നത്. വെറുതെ നമുക്ക് ആ സ്റ്റെപ്പ് എഴുതണോ? വേണ്ട. 14 ഇൻറ്റു 11 അല്ലെ 154. ദാണ്ടി 11ഉം 22 കട്ട് ചെയ്താൽ ഇവിടുന്ന് കിട്ടും 2. ഇനി എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടോ? ഇല്ല. ഇനി എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ വേണ്ട. അപ്പൊ തീറ്റ അല്ലെങ്കിൽ എന്താ 2 into 2 4 തീറ്റ by 360 ഡിഗ്രി ഈക്വൽ ടു ഇവിടെ വരും. അല്ലെങ്കിൽ 4 തീറ്റ ഈക്വൽ ടു എന്ത് വരും? ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? 360 ഡിഗ്രി. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ എന്ത് വരും? 360 ഡിവൈഡഡ് ബൈ 4. അപ്പൊ എന്താ വരുന്നത്? 90 ഡിഗ്രി. 90 ഡിഗ്രി. 360 ഡിവൈഡ് ബൈ 4 എന്താ? 90 ഡിഗ്രി. ആൻസർ ഉണ്ടോ? ആൻസർ ഉണ്ട്, 90 ഡിഗ്രി. ക്ലിയർ ആണോ? അപ്പോ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഏരിയ ഇൻറ്റു തീറ്റ ബൈ 360 ഡിഗ്രി ആയിരിക്കും എന്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ചെറിയ സെക്ടറിന്റെ ഏരിയ വരിക. ഇത് മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പെട്ടെന്ന് പോവാം. നോക്കിയില്ലേ, an article marked that rupees 2000 is sold after giving two successive discounts of 15% and 10%. Then what is the net selling price? Okay. An article marked എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ ലിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ ലേബിൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാർക്ക്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ടാഗ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം എന്താ? മാർക്ക്ഡ് പ്രൈസ് അല്ലെങ്കിൽ MRP ആണ്. മാർക്ക്ഡ് പ്രൈസ് ഇവിടെ എന്ത് കൊടുത്തേക്കുക? 2000 ആണെന്ന് പറഞ്ഞേക്കുക. മാർക്ക്ഡ് പ്രൈസ്, ഇവിടുത്തെ മാർക്ക്ഡ് പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞേക്കുക? 2000 ആണ്. ബാക്കി നോക്കി, മാർക്ക്ഡ് പ്രൈസ് at 2000 is sold after giving two successive discounts of 15% and 10%. ഒരു മാർക്ക്ഡ് പ്രൈസ്, ഓക്കെ നോക്കിയാൽ ഞാനൊരു ചാർട്ട് വരയ്ക്കാം. കോസ്റ്റ് പ്രൈസ്, മാർക്ക്ഡ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വെച്ചാൽ ഇത് മാത്രമായിരിക്കില്ല ഇനി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. റിവിഷൻ പോലെ ഇതിനെ കൊണ്ടുപോവാം. കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താ? ഈ ഒരു പെൻ വിൽക്കുന്ന ആളാണ് ഞാൻ. പെന്നിന്റെ ഷോപ്പ് ഉണ്ട്. ഒന്നുകിൽ ഞാനത് നിർമ്മിക്കണം, അല്ലെങ്കിൽ ആൾക്കാരെ കാശ് കൊടുത്ത് മേടിക്കണം. ഒരുപാട് ബൾക്കായിട്ട് നിർമ്മിക്കുന്നവരെ ഹോൾസെയിൽ റേറ്റിൽ എടുക്കണം. ആണല്ലോ, വാങ്ങിക്കണം. അങ്ങനെ എന്റെ കയ്യിൽ ഈ പെൻ എത്താൻ വേണ്ടി ഞാൻ എത്ര രൂപ ഇതിന്റെ മുകളിൽ ചിലവാക്കിയോ അതാണ് എന്ത്? ഈ പെന്നിന്റെ കോസ്റ്റ് പ്രൈസ്. ഞാനൊരു കച്ചവടക്കാരനാണ്. ഈ ഒരു പെൻ എന്റെ കയ്യിൽ എത്താൻ ഞാൻ എത്ര രൂപ ചിലവാക്കി, അതാണ് എന്ത്? ഈ പെന്നിന്റെ കോസ്റ്റ് പ്രൈസ് വരുന്നത്. ക്ലിയർ ആണോ? ഇനി നോക്കി, കോസ്റ്റ് പ്രൈസിൽ വെച്ചാൽ, കോസ്റ്റ് പ്രൈസിൽ തന്നെ വിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടോ? ഇല്ല, എനിക്ക് ഒരു ലാഭവും ഇല്ല. അതിൽ കൂടുതൽ കിട്ടണം. ഞാൻ അങ്ങനെ എന്ത് ചെയ്തു? മാർക്കറ്റിൽ എത്തിച്ചു, എന്റെ കടയിൽ എത്തിച്ചു, മാർക്ക് പ്രൈസ് ആഡ് ചെയ്തു, മാർക്ക് പ്രൈസിലേക്ക് എത്തിച്ചു. എങ്ങനെ ആഡ് ചെയ്തു? മാർക്കപ്പ് പെർസെന്റേജ് ആഡ് ചെയ്തു, അല്ലെങ്കിൽ മാർക്ക് പ്രൈസ് കൊടുത്തു. മാർക്ക് പ്രൈസ് ആഡ് ചെയ്തു, എന്ത് ചെയ്തു? മാർക്ക് പ്രൈസിലേക്ക് എത്തിച്ചു. അതായത് നമ്മൾ കടയിൽ പോകുമ്പോൾ കാണില്ലേ MRP, മാർക്ക് പ്രൈസ്, അതിന്റെ മുകളിൽ വെട്ടിയിട്ടല്ലേ നമുക്ക് വിൽക്കുന്ന തുക എഴുതുന്നത്. ആ വെട്ടിയിട്ട് എഴുതുന്ന തുക ഏതാ? അതാണ് ഈ സെല്ലിംഗ് പ്രൈസ്. ഇതിൽ മാർക്ക് പ്രൈസിൽ നിന്ന് എങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസിലേക്ക് എത്തുക? ഡിസ്കൗണ്ട് കൊടുത്ത്. ഇനി പ്രോഫിറ്റും ലോസും എങ്ങനെ നമുക്ക് കാണാം? അതിൽ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും മാത്രം മതി. കോസ്റ്റ് പ്രൈസ് വലുത് ആണ് എങ്കിൽ അവിടെ നഷ്ടമാണ്. when cost price greater than selling price, ലോസ് ആണ്. when selling price, വിറ്റ തുക വാങ്ങിയ തുകയെക്കാട്ടിൽ വലുതാണെങ്കിൽ എന്താ? പ്രോഫിറ്റ് ആണ്. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇതാണ് ആ ചാർട്ട്. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇനി ചിലപ്പോ എന്ത് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ ഡിസ്കൗണ്ട് പെർസെന്റേജ് ഇക്വേഷൻ എന്താ? ഡിസ്കൗണ്ട് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു എന്ത്? 100%. ഇപ്പൊ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെന്റേജ് ഇക്വേഷൻ എന്താ? പ്രോഫിറ്റ് ഓർ ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്. ബേസ് എപ്പോഴും ശ്രദ്ധിക്കുക. ഡിസ്കൗണ്ട് ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും ബേസ്. പ്രോഫിറ്റ് ലോസ് ആണെങ്കിൽ എന്താ? കോസ്റ്റ് പ്രൈസിൽ നിന്നായിരിക്കും പോവുക. പ്രോഫിറ്റ് ഓർ ലോസ് പെർസെന്റേജ് എന്താ എഴുതുക? പ്രോഫിറ്റ് ഓർ ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു എന്ത്? 100%. കോസ്റ്റ് പ്രൈസ് ഇൻറ്റു
100%. Cost price into 100%. Clear ആണോ? Cost price into 100%. Cost price into 100%. Okay. അങ്ങനെ മാർക്ക് പ്രൈസ് ആർട്ടിക്കിൾ മാർക്ക് അറ്റ് 2000 എന്ത് ചെയ്തു? എത്ര രൂപയ്ക്ക് വിറ്റു? സോൾഡ് ആഫ്റ്റർ ഗീവിംഗ്. വെറുതെ വിറ്റോ? ഇല്ല. സക്സസീവ് ഡിസ്കൗണ്ട് ആരും വാങ്ങിക്കുന്നില്ല ഇതിന്. അപ്പൊ എന്ത് ചെയ്തു? ഡിസ്കൗണ്ട് കൊടുത്തു. സക്സസീവ് ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത്. ആദ്യം 15% കൊടുത്തു, പിന്നെ 10% കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് SP എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യാം? നമുക്ക് എങ്ങനെ ചെയ്യാതെ ഇത് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം? നോക്കിയേ, മാർക്ക് പ്രൈസ് 2000 ആണ്. ഇൻറ്റു സക്സസീവ് ആയിട്ട് തന്നെ പോവാം. ഈ മാർക്ക് പ്രൈസ് എന്ന് വെച്ചാൽ എന്താ? 100 ക്വാണ്ടിറ്റി, ടോട്ടൽ ക്വാണ്ടിറ്റി ആണ് എന്ത്? മാർക്ക് പ്രൈസ് 100. സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താ? മാർക്ക് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട് ആണ്. മാർക്ക് പ്രൈസ് 100, പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എത്രയാ? ഡിസ്കൗണ്ട് ആദ്യം കൊടുക്കുന്ന 15% അല്ലേ? അപ്പോ മാർക്ക് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട് എത്രയാ? 100 മൈനസ് 15 എന്ത് വരും? 85 ആകും. 100 മൈനസ് 15 എന്ത് വരും? 85. അപ്പൊ 100 ആയിരുന്ന ക്വാണ്ടിറ്റി ഇപ്പൊ എത്രയായി? 85 ആയി. ഇൻറ്റു ഇവിടെ തീർന്നോ? ഇല്ല, ഇതിന്റെ മുകളിൽ അടുത്ത ഡിസ്കൗണ്ട് കൊടുക്കുക. എത്രയാ? 100 ആയിരുന്ന ക്വാണ്ടിറ്റി 10% ഡിസ്കൗണ്ട് കൊടുക്കുക. 100ന്റെ 10% എത്രയാ? 10 അല്ലേ? 10 പറയുമ്പോൾ എന്താകും? 90. ക്ലിയർ ആണോ? ഇത് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂസ് ആയിട്ട് പോവാം. കട്ട് ചെയ്ത് പോവാം. നോക്കി ഇവിടെ എന്ത് കട്ട് ചെയ്യാന്ന്? 2 0 ഈ 2 0 കട്ട് ചെയ്തു, ഇവിടെ ഒരു 0 കട്ട് ചെയ്തു, ഇവിടെ ബാക്കിയുള്ള 0 കട്ട് ചെയ്തു. ആൻസർ എന്താ? 85 into 9 into 2 എന്ത് വരും? അപ്പൊ എന്ത് വരും? 85 into 18, അതായത് 85 into 20 മൈനസ് 85 into 2. 85 into 20 എന്താ? 85 into 2 എന്ത് വരും? 85 into 2 എത്ര വരുന്നേ? 1700 അല്ലേ? 1700 മൈനസ് 85 into 2 എന്താ? 80 into 2 160. 5 into 2 എന്താ? 10. 160 പ്ലസ് 10 എത്ര വരും? 170. അപ്പൊ 1700 മൈനസ് 170 എത്ര വരും? 1530 വരും. ഇതൊക്കെ മൈൻഡിൽ ചെയ്യേണ്ട കാൽക്കുലേഷൻസ് ആണ്. വെറുതെ എഴുതി സമയം കളയരുത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 1530. 1530. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇക്വേഷൻ വഴിയും ചെയ്യാം. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ പറഞ്ഞില്ലേ, അത് വഴിയും നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു പ്രശ്നമില്ല. എന്താ ഇക്വേഷൻ? സക്സസീവ് ഡിസ്കൗണ്ടിന്റെ A plus B മൈനസ് AB by 100% അല്ലേ? A എന്താ? 15ഉം B എന്താ? 10ഉം ആണ് ഇവിടെ. അപ്പൊ എന്താ? 15A plus 10 A plus B മൈനസ് A into B 15 into 10 ഡിവൈഡ് ബൈ എന്ത്? 100% വരും. 15A plus 10 എന്താ? 25 മൈനസ് 15 into 10 150 ഡിവൈഡ് ബൈ എന്ത്? 100%. 0 ക്യാൻസൽ ആയി. എന്ത് വരും? 3/2 കൊണ്ട് കിട്ടിയ 3/2. അപ്പൊ എന്ത് വരും? 25 മൈനസ് 3/2 എന്താ? 1.5% ആണ്. അപ്പൊ എന്ത് വരും? 25 മൈനസ് 1.5%, 23.5% കണ്ടുപിടിക്കുക. അതായത് 100% 2000 ആണ് എങ്കിൽ എന്ത് ചെയ്യുക? 23.5% കണ്ടുപിടിക്കുക. 2000 ഡിവൈഡ് ബൈ 100 ഇൻറ്റു എന്ത്? ഇത്രയും ഡിസ്കൗണ്ട് കൊടുത്തതാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താ? ഇത്രയും ഡിസ്കൗണ്ട് കൊടുത്തതാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താ? മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട് ആണ്. മാർക്കറ്റ് പ്രൈസ് എന്താ? 100% ആണ്. ഡിസ്കൗണ്ട് എത്ര? 23.5 ആണ്. അപ്പൊ ഡിഫറൻസ് വരുന്നതാണ് എന്ത്? സെല്ലിംഗ് പ്രൈസ്. അപ്പൊ 2000 ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് 100 ഇൻറ്റു എന്ത്? സെല്ലിംഗ് പ്രൈസിന്റെ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇക്വേഷൻ വഴി ആൻസർ കിട്ടും. ക്ലിയർ ആണോ? പക്ഷെ നമ്മൾ മുമ്പേ ചെയ്ത മെത്തേഡ് വെച്ചാണെങ്കിൽ എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് പോവാം. നിങ്ങൾ കണ്ടല്ലേ? കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്ത് പോവാം. അപ്പം ഏത് ക്വസ്റ്റ്യൻ ഏത് മെത്തേഡ് എന്നുള്ളത് തീരുമാനിച്ച് സൂക്ഷിച്ച് മാത്രം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. A chord of length 16 cm of a larger circle is tangent to a smaller concentric circle of radius 6 cm. അങ്ങനെയാണെങ്കിൽ find the radius of larger circle. ഒന്നുകൂടെ വായിക്കാം. A chord of length 16 cm of larger circle. ഒരു രണ്ട് സർക്കിൾ, കോൺസെൻട്രിക് സർക്കിൾ എന്ന് വെച്ചാൽ എന്താ? ഒരു സർക്കിളിന്റെ അകത്ത് മറ്റൊരു സർക്കിൾ. സോറി, വായിക്കാം. ഒരു സർക്കിളിന്റെ അകത്ത് മറ്റൊരു സർക്കിൾ. ഇതാണ് എന്ത്? കോൺസെൻട്രിക് സർക്കിൾ. കോൺസെൻട്രിക് സർക്കിൾ പേര് കേൾക്കുമ്പോഴേ ഇതൊന്നും വരച്ചു നോക്കാം. A chord of length 16 cm of larger circle. കോഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു സർക്കിളിനകത്ത് നിൽക്കുന്ന ഒരു ലൈനാണ് എന്ത്? കോഡ്. ലാർജസ്റ്റ് കോഡ് ആണ് എന്ത്? ഡയമീറ്റർ എന്ന് പറയുന്നത്. ഈ കോഡ് ഓഫ് ലെങ്ത്, ഈ കോഡിന്റെ ലെങ്ത് എത്രയാണ്? 16 സെന്റിമീറ്റർ ആണ്. 16 സെന്റിമീറ്റർ നീളമുള്ള ഒരു കോഡ് ലാർജർ സർക്കിളിന്റെ കോഡാണ്. സ്മോളർ സർക്കിളിന്റെ കോഡ് എന്ന് വെച്ചാൽ എന്താ? ഇതിനകത്ത് വന്നേനെ. ലാർജർ സർക്കിളിന്റെ കോഡാണ് എന്ത്? എന്ത് വന്നേക്കുന്നത്?
ഈ സ്മോളർ സർക്കിളിനെ ടച്ച് ചെയ്ത് ലാർജ് സർക്കിളിലൂടെ പോയത്. ഓക്കെ, ഇത് ഇങ്ങനെ ടച്ച് ചെയ്ത് വരയ്ക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. Of a larger circle is tangent to a smaller circle. ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ടച്ച് ചെയ്ത് വെച്ചത്. ടാൻജന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ സർക്കിൾ ടാൻജന്റ് എന്താ? ഇതാണ് ടാൻജന്റ്. വെളിയിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്നും ഈ സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് ടച്ച് ചെയ്യുന്ന ഒരു ലൈൻ ആണ് ടാൻജന്റ്. നോക്കി, വെളിയിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്നും ഈ സ്മോളർ സർക്കിളിന്റെ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന ലൈൻ അല്ലേ ടാൻജന്റ്. അപ്പൊ ടാൻജന്റും ആയില്ലേ? ആയി. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സർക്കിളിനെ ടച്ച് ചെയ്ത് വരച്ചത്. ഓക്കെ, നോക്കി ബാക്കി വായിച്ചേ. To a smaller concentric circle of radius എന്താ 6 cm. ഈ ഒരു ചെറിയ സർക്കിളിന്റെ റേഡിയസ് എന്താ പറഞ്ഞിരിക്കുന്നത്? 6 cm ആണ്. 6 cm ആണ്. നോക്കി, 6 cm ആണ്. ഓക്കെ, നോക്കിയേ. അപ്പൊ ഈ ഒരു ലെങ്ത് എന്ത് വരും? ഈ ഒരു ലെങ്ത് 16ന്റെ പകുതി എത്രയാ? 8. നോക്കിയേ, ഇവിടുന്ന് ഇതൊന്ന് ജോയിൻ ചെയ്തേ. ഈ ലാർജ് സർക്കിളിന്റെ റേഡിയസ് കിട്ടിയില്ലേ? നമുക്ക് അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഈ വലിയ സർക്കിൾ ഇതാണ് സെന്റർ വരുന്നത്. ഇവിടുന്ന് ഈ സർക്കിളിന്റെ ഒരു സർക്കംഫറൻസിലേക്ക് വെച്ചാൽ എന്ത് കിട്ടും? ഈ ലാർജർ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് കിട്ടും. അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇത് എന്തായാലും ഇപ്പോ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയില്ലേ? ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് അതിന് ടാൻജന്റിലേക്ക് ഒരു ലൈൻ വന്നാൽ ഇതെന്താ? ഈ മീറ്റ് ചെയ്യുന്ന ഈ ഒരു ആംഗിളിനെ എന്ത് വിളിക്കും? 90 ഡിഗ്രി. നോക്കി, ആ വെളിയിലോട്ട് മാറ്റി എഴുതാം. അപ്പൊ ഇതെന്തായി? റൈറ്റ് ട്രയാങ്കിൾ ആയി കഴിഞ്ഞു. ആൻസർ കിട്ടി. നോക്കി, നമുക്ക് ഈ ഒരു സൈഡല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഈ സൈഡ് 6 ആണ്, ഈ സൈഡ് 8 ആണ്. അങ്ങനെയാണ് ഈ സൈഡ് എത്രയാ? ഓൾറെഡി നമ്മൾ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. അത് വെച്ച് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്? 3, 4, 5 തന്നെയാണ്. 3 × 2 എത്രയാ? 6. ഒരു സൈഡ് കിട്ടി. 4 × 2 എന്താ? 8. അടുത്ത സൈഡ് കിട്ടി. അപ്പൊ അടുത്ത സൈഡ് ഇത് എന്ത് വരും? 5 × 2 എത്രയാ? 10. ഈ സൈഡ് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. 5 കിട്ടിയോ? 10 സെന്റിമീറ്റർ. അപ്പോ വലിയ സർക്കിളിന്റെ റേഡിയസ് എന്ത് കിട്ടി? ഇതല്ലേ വലിയ സർക്കിളിന്റെ റേഡിയസ്? 10 സെന്റിമീറ്റേഴ്സ് ആണ് എന്ത്? വലിയ സർക്കിളിന്റെ റേഡിയസ് കിട്ടിയത്. പൈതഗോറിയൻ ട്രിപ്ലെറ്റ് പഠിച്ചു വെക്കുക. ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ട്രിക്ക് വഴി എന്ത് ചെയ്യാൻ പറ്റും? ആ ട്രിപ്ലെറ്റ്സ് എത്ര ട്രിപ്ലെറ്റ്സ് ഉണ്ടോ അത്രയും 20 വരെയുള്ള ട്രിപ്ലെറ്റ്സ് നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും പഠിച്ചു വെക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പഠിച്ചെന്തായാലും വെക്കുക. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Find the compound interest on rupees 10,000 at 10% per annum for 2 years compounded annually. Okay. 2 വർഷത്തെ സൈക്കിളിലേക്കുള്ള 10,000 രൂപ പ്രിൻസിപ്പൽ വരുന്ന 2 വർഷം സൈക്കിളുള്ള 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള എന്ത് കണ്ടുപിടിക്കുക? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ? എന്താണ് കോമ്പൗണ്ടഡ് ആനുവലി ആണ്? നോക്കി, ആദ്യത്തെ 1 ഇയർ 10%, അടുത്ത 1 ഇയർ അടുത്ത 10%. ഇതിന്റെ എന്ത് ചെയ്യുക? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. പ്രിൻസിപ്പൽ തന്നിട്ടുണ്ട് 10,000, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 10%, ടൈം പീരീഡ് തന്നിട്ടുണ്ട് 2 ഇയേഴ്സ്. ഇത്രയേ ഉള്ളൂ. ഇക്വേഷന്റെ ആവശ്യമുണ്ടോ? ഒരു ഇക്വേഷനും ഇടരുത് ഇവിടെ. ഇക്വേഷൻ ആവശ്യമേ ഇല്ല. നമ്മൾ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചേഞ്ച് ആവുന്നത് സക്സസീവ് റേറ്റിലാണ്. ആ സക്സസീവ് റേറ്റിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സക്സസീവ് പെർസെന്റേജ് എങ്ങനെയാ ചേഞ്ച് ആവുന്നത് എന്നുള്ളത്. എങ്ങനെയാ? a + b + a × b by 100%. ഇത്രയേ ഉള്ളൂ. നോക്കി, a എന്താ? 10 തന്നെയല്ലേ? അപ്പൊ എന്താ? 10 + 10 + 10 × 10 divided by 100%. നോക്കി, 0 ക്യാൻസൽ ആയി. 0 ക്യാൻസൽ. എന്ത് വരും ഇവിടെ? 1 വരും. 10 + 10 എത്രയാ? 20. 20 + 1 എത്രയാ? 21% ആണിത്. 2 വർഷം കഴിയുമ്പോഴുള്ള 10%ന്റെ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരിക. ഓക്കെ, നമുക്ക് ആൻസർ എന്താ? 10,000 എന്ന് പറയുന്നത് എന്താ? പ്രിൻസിപ്പിൾ അല്ലേ? പ്രിൻസിപ്പിൾ എപ്പോഴും എത്ര ശതമാനമായിരിക്കും? 100% ക്ലിയർ ആണല്ലോ? 100% ആയിരിക്കും എന്ത്? അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ കൊടുക്കുക. ഒറിജിനൽ ക്വാണ്ടിറ്റി നിങ്ങൾ ഏതിന്റെ പെർസെന്റേജ് എടുക്കുന്നെങ്കിൽ ഒറിജിനൽ ക്വാണ്ടിറ്റി എന്തായിരിക്കും? 100% ആയിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസിലോ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും പ്രോഫിറ്റ് ലോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? 100% ആയിരിക്കും. ഈ ഡിസ്കൗണ്ടിന്റെ കേസിലാണെങ്കിലോ മാർക്കറ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും അല്ലേ വേണ്ടത്? ആണല്ലോ. അതിൽ ഒറിജിനൽ ക്വാണ്ടിറ്റി എത്രയാ? അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി എത്രയാ? മാർക്കറ്റ് പ്രൈസിൽ നിന്നല്ലേ സെല്ലിംഗ് പ്രൈസ് പോവാ, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നിന്നല്ലേ ഡിസ്കൗണ്ട് എടുക്കുക. അപ്പൊ ബേസ് ആയിട്ട് എന്താ?
മാർക്കറ്റ് പ്രൈസ് ആണ്. മാർക്കറ്റ് പ്രൈസ് 100% ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റിന്റെ പെർസെന്റേജ് എന്ത് കിട്ടി നമുക്ക്? 21%. 100% 10,000 ആണ് എങ്കിൽ 21% കണ്ടുപിടിക്കാം. അപ്പൊ എന്താ? 10,000 ഡിവൈഡ് ബൈ 100% ഇൻറ്റു എന്ത്? 21%. പെർസെന്റേജ് ക്യാൻസൽ ആയി, 0 ക്യാൻസൽ ആയി. നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? 100 ഇൻറ്റു 21 എന്ത് കിട്ടും? 2,100 രൂപയാണ് എന്ത്? നമ്മളുടെ എന്ത്? ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്മുടെ ഇൻട്രസ്റ്റ് വരുന്നത് 2,100 രൂപയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സക്സസീവ് റേറ്റിലായിരിക്കും നമ്മളുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എല്ലാം സെയിം ആണ്. ഈ വർഷം 10% ആണെങ്കിൽ അടുത്ത വർഷം 10%. 10 + 10 20. അടുത്ത വർഷവും 10%. 10 + 10 + 10 30. ഇങ്ങനെ ആയിരിക്കും എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റിൽ പോവുക. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? സക്സസീവ് റേറ്റിലായിരിക്കും റേറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അത് മറക്കാതിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാർട്ട്ണർഷിപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. A and B start a business with investments of. ഓക്കെ, പാർട്ണർഷിപ്പ് നിങ്ങൾ എഴുതുമ്പോൾ ആദ്യം എത്ര പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് എഴുതുക. എ ഉണ്ട്, ബി ഉണ്ട്, പിന്നെ 12,000. എയുടേത് 12,000 ആണ് ഇൻവെസ്റ്റ്മെന്റ്, ബിയുടെ എത്രയാ? 16,000 ആണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ആഫ്റ്റർ 6 months സി ജോയിൻസ് them with 20,000. 6 മാസം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? സിയും കൂടെ വന്നു. അപ്പൊ 3 പാർട്ട്നേഴ്സ് ആണുള്ളത്. എത്ര രൂപയാണ് സി ഇൻവെസ്റ്റ് ചെയ്തത്? 20,000. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് കിട്ടി 20,000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ടോട്ടൽ ആനുവൽ പ്രോഫിറ്റ്, ഓക്കെ, ഒരു വർഷം കഴിയുമ്പോൾ ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് എന്ത്? 19,000. അങ്ങനെയാണെങ്കിൽ സിയുടെ ഷെയർ, ഈ പ്രോഫിറ്റിൽ സിയുടെ ഷെയർ എത്രയാണ്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പ്രോഫിറ്റിൽ സിയുടെ ഷെയർ എത്രയാണ്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താ ഇക്വേഷൻ? ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം ആണ് എന്ത്? പ്രോഫിറ്റ് വരിക. ഇക്വേഷൻ മാത്രം മതി ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ നമുക്ക് കിട്ടി. എ 12,000 ബി 16,000 സി എന്താ? 20,000. നോക്കി ടൈം നോക്കി. A and B start a business with investment of 12,000 and 16,000 respectively. 6 മാസം കഴിഞ്ഞപ്പോൾ ആര് ജോയിൻ ചെയ്തു? സി ജോയിൻ ചെയ്തു 20,000 കൊണ്ട്. ഓക്കെ, അപ്പൊ നോക്കി ടൈം പീരീഡ് എങ്ങനെ എടുക്കാൻ പറ്റും? എ എത്ര നാൾ ഇവിടെ ഉണ്ട്? എ 12 മാസവും ഇവിടെ ഉണ്ട്. ക്ലിയർ? ഒരു വർഷം എ ഇല്ലേ? ഉണ്ട്. ബി എത്ര നാളുണ്ട് ഇവിടെ? 12 മാസം, ഒരു വർഷം ബി ഉണ്ട്. പക്ഷെ സി എത്ര നാളാ ഇവിടെ ഉള്ളത്? സി എത്ര നാൾ ഇവിടെ ഉണ്ട്? 6 മാസം കഴിഞ്ഞിട്ടാണ് എന്ത്? സി വരുന്നത്. അപ്പൊ എത്ര നാൾ ഇവിടെ ഉണ്ട്? ബാക്കി 6 മാസം അല്ലേ സി ഇവിടെ നിൽക്കുന്നുള്ളൂ. ഒരു വർഷത്തിൽ 12 മാസം വരെ ഉള്ളത്. ആദ്യത്തെ 6 മാസം ആരില്ല? സി ഈ ബിസിനസ്സിൽ ഇല്ല. പിന്നെ ബാക്കി എത്രയാ ഉള്ളത്? ബാക്കി 6 മാസം. അതുകൊണ്ടാണ് ഈ 12 മാസം കണക്കെടുത്തത്. ക്ലിയർ ആണോ? അപ്പൊ സി എത്ര മാസം ഇവിടെ ഉണ്ട്? 6 മാസം. ഓക്കെ ആണല്ലോ? ടൈം പീരീഡ് എത്രയാ? 12:12:6. ഇൻവെസ്റ്റ്മെന്റിന്റെ ടൈം അല്ലേ പ്രോഫിറ്റ് വരിക? ആണല്ലോ. ഓക്കെ, പക്ഷെ നമുക്ക് ഈ റേഷ്യോസ് എല്ലാം കട്ട് ചെയ്തൂടെ? കട്ട് ചെയ്ത് ചെറുതായിക്കൂടെ? ഇത്രയും വലിയ മൾട്ടിപ്ലൈ ചെയ്യാൻ ആവശ്യമുണ്ടോ നമുക്ക്? ഈ 3 0 3 0 3 0 പോവല്ലോ. ഇത് നമുക്ക് ഈ നമ്പേഴ്സ് എല്ലാം 4 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ. 12 ഡിവൈഡ് ബൈ 4 എത്രയാ? 12 ഡിവൈഡ് ബൈ 4 3. 16 ഡിവൈഡ് ബൈ 4 എത്രയാ? 4. 20 ഡിവൈഡ് ബൈ 4 എത്രയാ? 5. അപ്പൊ എന്ത് കിട്ടി? ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ 3:4:5 കിട്ടി. എന്ത്? ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ. ഇത് നോക്കി, ഇത് കട്ട് ചെയ്യാനില്ലേ? 2 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ എന്ത് കിട്ടും? സോറി, 6 കൊണ്ട് 3 കട്ട് ചെയ്യാലോ. 12 12 6 അല്ലേ? 6 കൊണ്ട് 3 എണ്ണത്തിനെ കട്ട് ചെയ്യാലോ. 12 ഡിവൈഡ് ബൈ 6 എന്താ? 2. 12 ഡിവൈഡ് ബൈ 6 എന്താ? 2. അപ്പോ 2:2:6 ഡിവൈഡ് ബൈ 6 എന്ത് വരും? 1. ക്ലിയർ ആണോ? ഇനി എന്താ? ഇൻവെസ്റ്റ്മെന്റ് ടൈം ആണ് പ്രോഫിറ്റ്. 3 × 2 എന്താ? 6:4 × 2 എന്താ? 8:5 × 1 എന്താ? 5. ഇപ്പൊ പ്രോഫിറ്റിന്റെ എന്ത് കിട്ടി? റേഷ്യോ കിട്ടി. പ്രോഫിറ്റിന്റെ റേഷ്യോ കിട്ടി. എന്താ പ്രോഫിറ്റിന്റെ റേഷ്യോ? എന്താ? 6:8:5 ആണ് എന്ത്? പ്രോഫിറ്റിന്റെ റേഷ്യോ. എയുടെയും ബിയുടെയും സിയുടെയും പ്രോഫിറ്റിന്റെ റേഷ്യോ കിട്ടി 6:8:5. ഞാൻ ബാക്കിയൊന്നും വായിച്ചോളാണ്. ഓക്കെ, 6:8:5 ആണ് എന്ത്? പ്രോഫിറ്റിന്റെ റേഷ്യോ കിട്ടിയത്. ഓക്കെ, നോക്കി പ്രോഫിറ്റിന്റെ റേഷ്യോ എന്താ? എയും ബിയും സിയും പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ത് കിട്ടും? 6:8:5. 6:8:5 കിട്ടിയത് അറിയാലോ. ഓക്കെ, ഇനി ടോട്ടൽ ആനുവൽ പ്രോഫിറ്റ്. ഇതിന്റെ ടോട്ടൽ ആണെന്ത്? 19,000. ടോട്ടൽ 19,000. ടോട്ടൽ യൂണിറ്റ് എത്രയാണ്? ടോട്ടൽ യൂണിറ്റ് എത്രയാ? 6 + 8 + 5. 6 + 8 + 5 എന്ത് വരും? 14 + 5 എന്താണ് വരുന്നത്? 19. അപ്പോ 19,000 എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഫിറ്റ് യൂണിറ്റ് എത്രയാ? 19. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആരുടെ കണ്ടുപിടിക്കേണ്ടത്? സിയുടെ ഷെയർ അല്ലേ? സിയുടെ ഷെയർ 5 ഉണ്ടല്ലേ? അപ്പൊ എന്ത് 5.
19,000 ഡിവൈഡ് ബൈ 19 എന്താ 1000. 1000 into 5 എന്ത് വരും 5000. അപ്പൊ സിയുടെ ഷെയർ എത്രയാ 5000. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത് എല്ലാവർക്കും ഓക്കെ ആണ്? പാർട്ണർഷിപ്പിന്റെ ഈ മോഡൽ ക്വസ്റ്റ്യൻ ഇതിൽ സ്ഥിരം കണ്ടുവരാറുള്ള ഏകദേശം എല്ലാ ഷിഫ്റ്റിലും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ ഓക്കെ ക്ലിയർ ആണോ? ഓക്കെ ക്ലിയർ ആണോ? ഓക്കെ ഡേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ, അതായത് നമ്മളിപ്പോ ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ഈ ഒരു സെഷൻ കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നു. അപ്പൊ ഈ ഒരു സെഷൻ അതിന്റെ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു സെഷനിൽ നിന്ന് നമ്മൾ ഈ വീക്കിൽ അനാലിസിസ് വഴിയാണ് എന്താ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എല്ലാം സെലക്ട് ചെയ്തത്. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യവും അത് ആ ഒരു ബേസിസിൽ തന്നെയാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ഇനിയുള്ള എക്സാം എഴുതുന്ന എല്ലാ ആസ്പിരൻസും, ഇനി എക്സാം എഴുതാൻ നിൽക്കുന്ന എല്ലാ ആസ്പിരൻസും ഈ ഒരു വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം എന്തായാലും ഉണ്ടാവും. നിങ്ങൾ ഈ ഒരു അത്രയും ക്വസ്റ്റ്യൻ ഒരു 10-12 ക്വസ്റ്റ്യൻ എങ്കിലും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. എന്നുവെച്ചാൽ നമ്മൾ ഈ പല ക്വസ്റ്റ്യൻസും പല എക്സാംസും അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഏകദേശം ഒരു 1-2 അല്ലെങ്കിൽ ഒരു 4-5 ഷിഫ്റ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 80% ക്വസ്റ്റ്യനും ആ രീതിയിൽ തന്നെയായിരിക്കും. പിന്നെ ഒരു 20% ഉള്ളൂ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം 1ഉം 2ഉം 3ഉം വട്ടം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എക്സ്ട്രാ പറഞ്ഞ ഇക്വേഷൻസ് നിങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഈ എക്സാംസ് ഈ എഴുതാൻ പോകുന്ന കുട്ടികൾക്കാണ് എക്സാം എളുപ്പമായിരിക്കും. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള സെഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് വൈസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക. നമ്മൾ ഉറപ്പായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്.